അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമ്മോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവും സാക്ഷ്യവുമായി ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ലിസി ഫിലിപ്പ് ആൻറ്റിയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിൽ, തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, അസാധാരണമായ ഒരുപാട് സംഭവങ്ങളുടെ ഓർമ്മകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവവും അനുഗ്രഹവുമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. ദൈവം നാം മഹത്വത്തിനിടയായി തീരുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഒരവസരമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ലിസി ഫിലിപ്പ് ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു കൊടുക്കുന്നു. എൻ്റെ പേര് ലിസി ഫിലിപ്പ്. ഞങ്ങള് പാലക്കാട് ഒലവക്കോട് കാക്കണ്ണി അവിടെ താമസിക്കുന്നു. ഞങ്ങള് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ കൂടി വരുന്നു. എനിക്ക് ഭർത്താവ് 2 പെൺമക്കൾ ആണ് ഉള്ളത്. ഞങ്ങള് സുവിശേഷ വേലയിലല്ല എങ്കിലും എൻ്റെ മാതാവും പിതാവും സുവിശേഷ വേലയിലായിരുന്നു. അവര് സകലവും വിറ്റ് നാട്ടിൽ നിന്ന് മലബാറിലെ സുവിശേഷ വേല കർത്താവ് കാണിച്ചപ്പോൾ, ദർശനം കൊടുത്തപ്പോൾ അവർ മലബാറിലേക്ക് വന്നു. ആനമങ്ങാട് സ്ഥലം വാങ്ങിച്ച് അവിടെ താമസിച്ചു. അവിടെ നിന്നുകൊണ്ട് നടന്ന് കർത്താവിന്റെ വേല പലയിടത്തും ചുങ്കത്തറ, നിലമ്പൂര്, തച്ചമ്പാറ, ചൂരിയോടെ വിവിധ ഭാഗങ്ങളിൽ 60കളിൽ വന്ന് താമസം തുടങ്ങി. സ്തോത്രം. എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചനും വല്യപ്പച്ചൻ വെട്ടിയാറ്റ് ചെറിയാച്ചൻ, നമ്മുടെ കെ എബ്രാം അപ്പച്ചന്റെ സാറപ്പച്ചന്റെ ഒക്കെ കൂടെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയതാണ്. വല്യപ്പച്ചനും സ്ഥലം മുഴുവനും വിറ്റുകൊടുത്ത് എൻ്റെ അമ്മച്ചിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ താഴെ ഒരു ബ്രദറുണ്ട്. അച്ചാച്ചന് 56 ദിവസമായപ്പോൾ വിറ്റ് പുറത്തോട്ട് ഇറങ്ങി. അത് മുഴുവനും IPCക്ക് എഴുതി കൊടുത്ത് അതിൻ്റെതാണ് ഇന്ന് വാളകം അവിടെ സെമിത്തേരി മേടിച്ചിരിക്കുന്നത്. അങ്ങനെ സകലവും വിറ്റുകൊടുത്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയ എൻ്റെ വല്യപ്പച്ചൻ അവസാനം വരെയും മരുന്നൊന്നും എടുക്കാതെ പ്രാർത്ഥിച്ച് 40 ദിവസമൊക്കെ പല പ്രാവശ്യം ഫാസ്റ്റിംഗ് പ്രെയർ എടുക്കും. ആ സമയത്ത് വല്യമ്മച്ചിക്ക് 2-3 പ്രാവശ്യം പാമ്പ് കടിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുകയും അല്ലെങ്കിൽ വലിയ വിടുതലുകൾ നടന്നിട്ടുണ്ട്. കർത്താവ് ആ കുടുംബത്തിൽ എനിക്കും ഹല്ലേലൂയ. എൻ്റെ അമ്മച്ചിയാണ് മൂത്ത മകള്. അമ്മച്ചിയും സുവിശേഷ വേല, അപ്പച്ചനും സുവിശേഷ വേലയായി നാട്ടിൽ കുറെ നാളായിരുന്നു. നെടുമൺ ഏഴംകുളം ഭാഗത്തായിരുന്നു താമസം. അവിടെ നിന്നാണ് ആനമങ്ങാട്ടേക്ക് ദർശനം കാണിച്ചപ്പോൾ എല്ലാവരും വല്യപ്പച്ചനും സഹോദരങ്ങളും തടസ്സം ചെയ്തു. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കഷ്ടതയായിരിക്കും. ഇങ്ങോട്ട് അധികം ക്രിസ്ത്യാനികളോ ഒന്നും ഇല്ലാത്ത ദേശം, ജാതികളെ കൊണ്ട് നിറഞ്ഞ ദേശത്താണ്. അപ്പോൾ അപ്പൊ കർത്താവ് പറഞ്ഞതനുസരിച്ച് നാട്ടിലേക്ക് വരുവാനിടയിൽ ആനമങ്ങാട്ടേക്ക് വന്ന് അവിടെ സ്ഥലമെടുത്തത്. അത് മുഴുവൻ നമ്പൂതിരിമാരുടെയും വെള്ളം സ്ഥലത്തിന്റെ മധ്യത്തിലാണ് അവർ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് കർത്താവിന്റെ വേല ചെയ്തു. അവിടെ ഒത്തിരി കഷ്ടപ്പാട്, പട്ടിണി ഒത്തിരി കടന്നിട്ടുണ്ട്. 7 ദിവസമൊക്കെ പട്ടിണി കടന്നിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യം അപ്പോഴും നടന്ന് വേല ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തി. അവിടെ നിന്നാണ് 63-ൽ ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിച്ച് കഴിഞ്ഞ് എനിക്ക് 3 വയസ്സായപ്പോൾ എനിക്ക് ന്യൂമോണിയ വന്നു. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങും. ഞങ്ങൾ 5 മക്കളാണ്. ഞാനാണ് 5ാമത്തേത്. അപ്പൊ എൻ്റെ മൂത്ത അമ്മാമ്മയുടെ ഞങ്ങളെ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് അവര് സുവിശേഷ വേലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര പനി. അപ്പൊ അമ്മച്ചി പോയില്ല, അപ്പച്ചൻ പോയി. അപ്പോൾ എനിക്ക് പനി വല്ലാതെ കൂടി. മരുന്നെടുക്കത്തില്ല. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അവസാനം വരെ മരുന്നൊന്നും എടുക്കാതെയാണ് അവർ നിത്യതയിൽ പ്രവേശിച്ചു. അപ്പോൾ ഞങ്ങളും മരുന്നെടുത്തിട്ടില്ല. അമ്മച്ചി പ്രാർത്ഥിച്ചു. കർത്താവ് ജാതികളുടെ ദേശത്താണ് താമസിക്കുന്നത്. അപ്പോൾ എന്നെ തൊട്ട് നോക്കുമ്പോഴെല്ലാം പനി വളരെ കൂടുന്നു. എൻ്റെ ചെസ്റ്റിന്റെ അവിടെ ഭയങ്കര റെഡ് നിറമാണ്, വല്ലാതെ കൂടി. അപ്പോ എന്ത് ചെയ്യണമെന്ന് അമ്മച്ചിക്ക് അറിയുന്നില്ല. കുറെ നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൃഷ്ടി മേലോട്ട് മറഞ്ഞുപോയി.
കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ വിറകുകൊള്ളി പോലെ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന അവസ്ഥ. അപ്പോൾ അമ്മച്ചി തൊട്ടിട്ട് എന്നെ ഒരു അനക്കമില്ലാതെ കണ്ടപ്പോൾ അമ്മച്ചി ഓടി നടന്നു റൂമിൽ കൂടി, എൻ്റെ കർത്താവെ ഈ ദേശത്ത് നിന്ന് എൻ്റെ മോൾ അല്ലെങ്കിൽ മാറ്റപ്പെടുവാൻ. അവസാനം ഒരു ഗ്ലൂക്കോസ് എന്ന് ചോദിച്ചപ്പോൾ മാത്രം ഞാനൊന്ന് മൂളി. അതുപോലും എനിക്ക് തരാൻ എൻ്റെ അടുത്ത വീട്ടിൽ പോയി ആങ്ങളെ കൊണ്ട് പൈസ മേടിച്ചിട്ട് വരാൻ പറഞ്ഞ ആ നിമിഷത്തിനുള്ളിൽ ഞാനും മരണത്തിൽ ഏർപ്പെട്ടു. മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മാതാവ് വളരെ ഒരു ഭ്രാന്തിയെപ്പോലെ ഓടി നടന്നു എന്ന് പറയാം. ഓടി നടന്ന് അവിടെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ദൈവശബ്ദം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും മകളെ എന്നുള്ളൊരു ദൈവശബ്ദം കേട്ടു. പെട്ടെന്ന് ഓടി വന്ന് എന്നെ തൊട്ടു നോക്കി. ഇല്ല, ഞാൻ വിറങ്ങലിച്ച് ഐസ് പോലെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. പിന്നെ മുട്ടിന് ഉറപ്പായി, മാതാവിന് ഉറപ്പായി അവിടെ മുട്ടിൻ്റെ ഇടയിൽ തലവെച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, നന്ദി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യാനിടയായി. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ പോയ ദൃഷ്ടി മടങ്ങി വരികയും ഞാൻ ജീവനിലേക്ക് മടങ്ങി വരുവാനിടയായി. നന്ദിയോടെ സ്തോത്രം. ഇത് എൻ്റെ മാതാവിന്റെ സാക്ഷ്യമാണ്. സ്തോത്രം. അങ്ങനെ മരണത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തു. അത് കഴിഞ്ഞ് അവിടെ വെച്ച് മാതാവൊക്കെ താമസിക്കുമ്പോൾ എൻ്റെ ബ്രദറിനെ പേപ്പട്ടി കടിച്ചു. 10 വയസ്സുള്ളപ്പോൾ പേപ്പട്ടി കടിച്ചു. അത് അപ്പൊ മരുന്നൊന്നും എടുത്തില്ല. ഒരു എഴുത്തച്ഛനെ കടിച്ചിട്ട് വന്നിട്ടാണ് എൻ്റെ ബ്രദറിനെ കടിച്ചത്. എഴുത്തച്ഛനെ അവര് മരുന്നൊക്കെ എടുത്തു, പുക്കിളിന് ചുറ്റും ഇഞ്ചക്ഷനും അന്നത്തെ ട്രീറ്റ്മെന്റ് എല്ലാം അവർ ചെയ്തു. പക്ഷെങ്കിൽ അവര് റൂമിൽ പൂട്ടിയിട്ടിരുന്നു. പേ ഇളകി. അതൊക്കെ എൻ്റെ അച്ചാച്ചൻ പോയി കാണുവാനിടയായി. അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെങ്കിൽ എൻ്റെ ആങ്ങള പ്രാർത്ഥനയാൽ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഇന്നും അമേരിക്കയുടെ പ്രദേശത്ത് അവർ ജോലിയും കർത്താവിന്റെ വേലയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവിന്റെ മഹത്വം പല പ്രാവശ്യം കാണുവാനിടയായി. അവിടെ നിന്ന് ഞങ്ങള് കർത്താവിന്റെ വേല അവർ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കോങ്ങോട് എന്ന പ്രദേശത്തേക്ക് വന്നു. അവിടെ നിന്ന് പാലക്കാട്ടിൽ വന്നു. പാലക്കാട് വെച്ച് ഞാൻ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർക്കപ്പെട്ടു. 10ാം ക്ലാസ് വരെയും ഞാൻ ഇവിടെയാണ് പഠിച്ചത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു ടൈഫോയിഡ് വന്നു. അപ്പോഴേ ഞാൻ മരുന്നൊന്നും എടുക്കത്തില്ല. എൻ്റെ അമ്മച്ചി അപ്പച്ചനും ആരും മരുന്നെടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്നൊരു വചനം കർത്താവ് എന്നോട് ഇടപെടാനിടയായി. കാരണം ഞാൻ ആ സമയത്ത് പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അമ്മച്ചിയുടെ കൂടെ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ഞാൻ പോയിക്കൊണ്ടിരുന്നു. എല്ലാത്തിനും പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പൊ 10ലായപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് ബാക്കപ്പായി. അപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. അപ്പോഴും ഞാനത് അത്ര എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ അതിനെ. പക്ഷെങ്കിൽ കർത്താവ് എന്നെ ടച്ച് ചെയ്തു. അങ്ങനെ 1 മാസം മുഴുവൻ ഞാൻ ബോധരഹിതയായി കിടന്നു. എൻ്റെ ഒരു ഭാഗം റൈറ്റ് സൈഡ് മുഴുവൻ ചെവി കേൾവി പോയി. കൈയുടെ ശക്തി കുറഞ്ഞു. കൈയും കാലും എല്ലാം പാരലൈസ് പോലെയായി. അപ്പോൾ ടൈഫോയിഡ് വന്ന എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് അന്നത്തെ കാലത്ത് 1977 അങ്ങനെ ഉണ്ടാകുന്നു. മരുന്നും എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് പലരും അവിടെ അടുത്താണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. എന്നെ കാണാൻ വന്നിട്ട് മരുന്ന് കൊടുക്കാതെ അവളെ കൊല്ലരുത്, പഠിക്കുന്ന കുഞ്ഞാണ്, അവളെ അങ്ങനെയെല്ലാം അവരോട് പറഞ്ഞു. പക്ഷെങ്കിൽ കർത്താവ് സൗഖ്യമാക്കുമെന്നുള്ള വിശ്വാസത്താല് ഹല്ലേലൂയ സ്തോത്രം. കർത്താവൻ ഹല്ലേലൂയ എൻ്റെ മാതാവിന്റെ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ എൻ്റെ ശേഷിയെല്ലാം തിരിച്ചു കിട്ടി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എനിക്ക് കർത്താവ് സൗഖ്യം തന്നു. ഹല്ലേലൂയ. അതിനുശേഷം ഞാൻ സ്കൂളിലേക്ക് കടന്നു പോയപ്പോൾ കർത്താവാണ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഒരു മരുന്ന് പോലും എടുക്കാതെയാണ് എനിക്ക് കർത്താവ് സൗഖ്യം തന്നു. സ്കൂളിലേക്ക് കടന്നു പോയപ്പോൾ എനിക്ക് 2 മാസത്തെ ആബ്സെന്റ് വന്നപ്പോൾ എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവെ, മരുന്നെടുക്കാതെ സൗഖ്യം പ്രാപിച്ചിട്ട് ഇനി ഒരു ഡോക്ടറുടെ അടുത്ത് അഭയം പ്രാപിക്കണമോ എന്ന് പറഞ്ഞുകൊണ്ട് വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആദ്യമായിട്ട് ടീച്ചേഴ്സ് സ്ട്രൈക്ക് പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ആ ടീച്ചേഴ്സ് സമരം 1 മാസം നീണ്ടു നിന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ ചെന്ന് ഇതിന് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ തലയെല്ലാം മൊട്ടയടിച്ച് മുടിയെല്ലാം പോയി അങ്ങനെ സ്കാഫും കെട്ടിയാണ് നിന്നത്. അപ്പോൾ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ എന്നെ കണ്ടിട്ട് എന്ത് പറ്റി ലിസിക്കുന്ന എൻ്റെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ എൻ്റെ അവസ്ഥ പറയാനിടയായി. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ പറയാനിടയായി മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അപ്പോൾ 1 മാസം അവളുടെ തെറ്റുകൊണ്ടല്ലോ ഇതാ ക്ലാസ് മുടങ്ങിയത്. അപ്പൊ അതിന്
അവളെ എക്സാമിന് ഇരുത്താം, ഒരു കുഴപ്പമില്ല എന്ന് പറയുവാനിടയായി. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. അന്ന് എനിക്ക് തീരെ ബലഹീനയാണ് ഞാൻ. പക്ഷേങ്കിൽ അപ്പോഴും പ്രാർത്ഥനയോടുകൂടെ എൻ്റെ മാതാവും എൻ്റെ ഭവനത്തിൽ ഇരുന്ന പ്രാർത്ഥന, മാതാവും പിതാവും എല്ലാവരും ആ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ, ഞാൻ അവരുടെ കൂടെ, എനിക്ക് കൂടെ ഇരുന്ന് എക്സാം എഴുതണ്ട എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു. അപ്പോഴില്ല, ഞാൻ അവരുടെ കൂടെ തന്നെ എനിക്ക് എക്സാം എഴുതണം അമ്മേ. അങ്ങനെ എക്സാം എഴുതി ഞാൻ നല്ല മാർക്കോടെ പാസ്സാകുവാനും അങ്ങനെ വിക്ടോറിയ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാനും കർത്താവ് എനിക്ക് കൃപ ചെയ്തു. 5 വർഷം അവിടെ പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അവിടെയും എൻ്റെ പ്രാർത്ഥന ജീവിതം കുറയ്ക്കാതെ വണ്ണം അവിടെയും പ്രാർത്ഥനയോടുകൂടെ തന്നെ ഞങ്ങൾ സുവിശേഷ വേലയിലാണ്. കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ടെങ്കിലും ഹല്ലേലൂയ അതിൻ്റെ മധ്യത്തിൽ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് ജീവിക്കുവാൻ എൻ്റെ അമ്മച്ചി അപ്പച്ചനും ഒത്തിരി കഷ്ടപ്പെട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട് ഒത്തിരി. അതെല്ലാം ഞാൻ ഏറ്റവും ഇളയത് 5ാമത്തെ ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേങ്കിൽ എൻ്റെ മൂത്ത സഹോദരങ്ങളെല്ലാം ഒത്തിരി കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയതാണെങ്കിൽ കർത്താവ് അറിയാതെയല്ല ഇതിൽ കൂടി കടത്തിവിട്ടത്. അങ്ങനെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. 5 വർഷം ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചു എനിക്കൊരു മഞ്ഞപ്പിത്തം വന്നു. അവിടെയും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് ഹല്ലേലൂയ അന്ന് മരുന്നെടുക്കാതെ വണ്ണം സൗഖ്യം പ്രാപിച്ചു. അതിനുശേഷം 1983 പെട്ടെന്ന് ഞാൻ ബികോം ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹം നടക്കുവാനിടയായി. അങ്ങനെ വിവാഹം നടന്നു. സ്തോത്രം. അത് പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ അത് നടത്തിയതാണ് എൻ്റെ ഹസ്ബൻഡ് ഫിലിപ്പ് എബ്രഹാം. ഗൾഫിലായിരുന്നു അന്ന് ജോലി. 10 വർഷം ഗൾഫിൽ ജോലി ചെയ്തു. അവിടെ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളായിരിക്കുന്ന സമയത്ത് ആമേൻ ഹല്ലേലൂയ ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ആയിരിക്കുമ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞാനിവിടെയാണ്, രായ്ച്ചാൻ അവിടെയാണ്. അങ്ങനെയുള്ളതൊക്കെ ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നപ്പോഴും രായ്ച്ചാൻ എന്നെ കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടിരുന്നില്ല. എന്നാൽ ഇവിടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ കർത്താവ് കൃപ ചെയ്തു. ആമേൻ ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയപ്പോൾ കർത്താവ് എന്നെ ആശ്വസിപ്പിച്ച ഒരു വചനമാണ്, ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ല താനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. എൻ്റെ ചെറുപ്രായം മുതൽ ഇതുവരെയും പല ശോധനകളിൽ കൂടി കർത്താവ് കടത്തിവിട്ടു. അങ്ങനെയുള്ള ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ കർത്താവ് അതുകൊണ്ട് കൃപ ചെയ്യുന്നു. ആമേൻ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു പ്രയർ ഗ്രൂപ്പില്, എബനേസർ പ്രയർ വാരിയേഴ്സ് എന്ന പ്രയർ ഗ്രൂപ്പില് പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ അത് കർത്താവാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. ജീന സിസ്റ്റർ മുഖാന്തരമാണ് അങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പിലെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ രാവിലെ 5 മണി മുതൽ പ്രാർത്ഥനയിൽ ഇരിക്കുവാൻ, 5:30 മുതൽ 7 മണി വരെ ഡെയിലി പ്രാർത്ഥനയുണ്ട്. അങ്ങനെ അതുപോലെ 5 മണിക്ക് തലമുറയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്. 5 മണിക്ക് ഞാൻ ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ വൈകുന്നേരം രാത്രി ആത്മീക ആരാധന. അതെല്ലാം ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നിലവിളിക്കുവാനും എല്ലാം കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേക ശോധനയിൽ കൂടി അതിന്റെ ഇടയിലെല്ലാം കടന്നുപോയി. ആമേൻ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ വല്യപ്പച്ചൻ വെട്ടിയാറ്റ് ചെറിയാച്ചൻ എന്ന് പറയും. ഹല്ലേലൂയ ആദ്യകാലത്ത് സുവിശേഷ വേലയിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഒരു മരുന്ന് പോലും കഴിക്കാതെ അവസാനം വരെ നിന്ന് കർത്താവിന്റെ വേല ചെയ്ത് ഹല്ലേലൂയ നിത്യതയിൽ ഹല്ലേലൂയ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്ത് ഇവിടെ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. 84 എൻ്റെ അപ്പച്ചൻ ഹല്ലേലൂയ ഈ ജാതികളുടെ മധ്യത്തില് ഈ ദേശത്ത് വന്ന് ഹല്ലേലൂയ ഒത്തിരി കഷ്ടങ്ങള്, പട്ടിണി ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് ഇവിടെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നത്. അനേക നക്സലൈറ്റുകളുടെ ഒക്കെ പ്രവർത്തനമുള്ളതായ ആ സമയമായിരുന്നു. അവിടെ എല്ലാം നടന്നുപോയി കർത്താവിന്റെ വേല എൻ്റെ മാതാപിതാക്കൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ പറയും, ഇത് ഞങ്ങളുടെ നാടാണ്, ജാതികളുടെ നാട്, ദേവിയുടെ കൈ ഉയർന്ന നാടാണ്, നിങ്ങൾ ഇവിടുന്ന് പൊക്കോണം, നിങ്ങൾക്ക് ഇവിടെ അല്ല എന്നൊക്കെ പറയുമ്പോഴും അപ്പോഴും ധൈര്യത്തോടെ നിന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന എൻ്റെ മാതാപിതാക്കൾ ഹല്ലേലൂയ ഒത്തിരി പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ പക്ഷേങ്കിൽ ഇന്ന് ഞാൻ കാണുമ്പോൾ ഇന്ന് ഈ ദേശത്ത് ഒത്തിരി ചർച്ചുകള് ഹല്ലേലൂയ പ്രാർത്ഥനകളൊക്കെ ഒത്തിരി നടക്കുന്നു. അന്നില്ല, വിരലിൽ എണ്ണാൻ മാത്രമേ ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ ഉണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ 60, 65 കാലയളവില് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ന്യൂമോണിയ വന്ന് എനിക്ക് ഹല്ലേലൂയ ഞാൻ അസ്വസ്ഥതയിൽ കിടക്കുമ്പോൾ എൻ്റെ കർത്താവ് മാതാവിനോട് ഇടപെട്ട ഒരു വചനമാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. ഹല്ലേലൂയ അങ്ങനെ ആ മരണത്തിൽ നിന്ന് എന്നെ തിരിച്ചെടുത്തു തന്നു എൻ്റെ മാതാവിന്. ഹല്ലേലൂയ അങ്ങനെ ദൈവത്തിന്റെ മഹത്വം ആ ദേശത്ത് ആനമങ്ങാടിന്റെ പ്രദേശത്ത് വെച്ച് കാണുവാനിടയായി. അതിനുശേഷം കോങ്ങാടിന്റെ പ്രദേശത്ത് നിന്ന് അതിനുശേഷം ഈ പാലക്കാടിന്റെ പ്രദേശത്ത് വന്ന് ഹല്ലേലൂയ കർത്താവിന്റെ വേല ഹല്ലേലൂയ ഉടനീളം ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. ആമേൻ
നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. 7 ദിവസമൊക്കെ പട്ടിണി കിടന്നിട്ടുണ്ട്. അപ്പോഴും ഹല്ലേലൂയ ആരെയും അറിയിക്കാതെ വണ്ണം ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്യുവാൻ എന്റെ മാതാപിതാക്കൾക്ക് ഹല്ലേലൂയ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ ഇന്ന് രണ്ടുപേരും നിത്യതയിൽ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. 1968 ഞങ്ങൾ പാലക്കാട് വന്ന് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. അവിടെ അത് കഴിഞ്ഞ് ഹല്ലേലൂയ വിക്ടോറിയ കോളേജിൽ ഹല്ലേലൂയ സ്തോത്രം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ടൈഫോയിഡ് വന്ന് ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ എന്റെ ഒരു ഭാഗം മുഴുവൻ തളരുവാനിടയായി. അവിടെ നിന്നാണ് കർത്താവ് വിടുവിച്ച് ഹല്ലേലൂയ ദൈവശബ്ദം കേട്ടിട്ട് ഹല്ലേലൂയ എന്നെ കർത്താവ് പൂർണ്ണ സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്ന വിക്ടോറിയ കോളേജിൽ 5 വർഷം BCom ഹല്ലേലൂയ പാസ്സായി പുറത്തിറങ്ങുവാനിടയായി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഹല്ലേലൂയ 1983 എന്റെ വിവാഹം ഹല്ലേലൂയ നടക്കുവാൻ കർത്താവ് ഇടതന്നു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. 77 ഞാനിങ്ങനെ ഹല്ലേലൂയ ഞാൻ കൂടുതൽ ഇതൊന്ന് എടുത്തു പറയുന്നത് ഹല്ലേലൂയ ദൈവജനങ്ങൾക്ക് ദൈവ മക്കൾക്ക് ഹല്ലേലൂയ ഒന്ന് പ്രചോദനമായി തീരട്ടെ. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കാരണം ഞാൻ പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് കുറച്ചൊന്ന് വലിഞ്ഞപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടു. അങ്ങനെയാണ് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ഞാൻ ടൈഫോയിഡിൽ കൂടി കടന്നുപോയപ്പോൾ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ എന്നെ പഠിപ്പിച്ചെടുത്തു. ഹല്ലേലൂയ കൊണ്ടുവരികയായിരുന്നു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷമാണ് ഞാൻ കോളേജ് ലൈഫ്. അവിടെ നിന്നും ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം 83 എന്റെ വിവാഹം നടന്നു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ അവര് ഫിലിപ്പ് എബ്രഹാമിന്റെ ഹസ്ബൻഡിന്റെ പേര് ഹല്ലേലൂയ അവര് തിരുവല്ലായിൽ ഹല്ലേലൂയ സ്തോത്രം എരവിപേരൂരിൽ പ്ലാക്കീഴിലാണ് അവര് ആയിരിക്കുന്നത്. ഇവിടെ തച്ചമ്പാറ കാരാകൃഷി എന്ന ദേശത്ത് അവര് സ്വന്തമായി അവിടെ നിന്ന് സ്ഥലമെല്ലാം മേടിച്ച് ഇവിടെ കൃഷിയും എല്ലാമായിട്ട് ജീവിക്കുന്ന കാലഘട്ടം. രാജു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. രായ്ചാൻ ഗൾഫിൽ ആയിരുന്നു. 10 വർഷം ഗൾഫിൽ ബഹ്റൈനിലെ ജോലി ചെയ്യുവാനിടയായി. ആ സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ 84 എന്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. 91 എന്റെ മാതാവും നിത്യതയിൽ ചേർക്കപ്പെട്ടു. അവർ രണ്ടുപേരും വിശ്വാസത്തിന് വേണ്ടി മരുന്ന് പോലും എടുക്കാതെ വണ്ണം അവസാനം വരെയും ജീവിച്ചു ഈ ദേശത്ത്. ഹല്ലേലൂയ അനേകരെ ഹല്ലേലൂയ ഇന്ന് പലരെയും കാണുമ്പോൾ എന്റെ മാതാവും പിതാവും ഹല്ലേലൂയ ഹല്ലേലൂയ അവർ കടന്നു വന്ന മേഖലകൾ, അവർ പട്ടിണി കടന്ന് സുവിശേഷം അറിയിച്ച ദേശത്ത് ഇന്ന് അനേക ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് കാണുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. 1987 ഞാൻ മഞ്ചേരിയിൽ കുറച്ച് നാളായിരുന്നു. അവിടെ വെച്ച് എൻ്റെ ബ്രദറിന്റെ വിവാഹം കഴിഞ്ഞ് എൻ്റെ ബ്രദറും ഞാനും അവിടെ ഞാനൊരു അച്ഛൻ്റെ അവിടെ കുറച്ച് നാൾ ജോലി ചെയ്യാനിടയായി. അവിടെ ജോലി ചെയ്തപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് തിരിച്ചവിടെ ചെന്ന് കഴിഞ്ഞ് എൻ്റെ ബ്രദർ എൻ്റെ ഹസ്ബൻഡ് രായ്ചാൻ അന്ന് ഗൾഫിലാണ്. എൻ്റെ ബ്രദർ എൻ്റെ കൂടെ വന്നു. അപ്പൊ അവിടെ വെച്ച് പുള്ളി അന്ന് ഫോണൊന്നും അധികം പ്രാബല്യത്തിലില്ല. എൻ്റെ ആങ്ങളയുടെ വൈഫ് അന്ന് അമേരിക്കയിലാണ്. അപ്പോൾ ഫോൺ വന്നപ്പോൾ താഴോട്ട് ഫോൺ എടുക്കാൻ പോയി. അപ്പൊ ഞാനും അമ്മമ്മയോട് സംസാരിക്കാന്ന് പറഞ്ഞ് ഞാനും ഇറങ്ങാൻ സ്റ്റെപ്പ് ഇറങ്ങണം. 13 സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴോട്ട് പോകാൻ. അപ്പോൾ അവിടുത്തെ മോള് ഇന്നവൾ വിവാഹം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുടെ മാതാവാണ്. പക്ഷെങ്കിൽ ആ പ്രിസ്കില്ല എന്ന കുഞ്ഞ് അവള് 2 വയസ്സേ ഉള്ളൂ. അവൾ എൻ്റെ അടുത്ത് ഓടി വന്നു. അപ്പൊ ഞാൻ അവളെ എടുത്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ പോലെ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അവിടെ പിടിക്കാനൊന്നുമില്ല. ഒരു സിമെന്റിന്റെ തട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ കർത്താവെ ഞാൻ ഇങ്ങോട്ട് വീഴുമല്ലോ, അങ്ങനെ എൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ വീണാൽ ഈ കുഞ്ഞിനാണല്ലോ അപകടം സംഭവിക്കുക. കർത്താവെ അനർത്ഥമൊന്നും സംഭവിക്കരുത്. എനിക്ക് വാ തുറന്ന് ആരെയും വിളിക്കാനും പറ്റുന്നില്ല. പെട്ടെന്ന് ഞാൻ എല്ലാ സർവശക്തി ഉപയോഗിച്ച് ഞാനൊന്ന് ടേൺ ചെയ്ത് യേശുവേ എന്ന് വിളിച്ച് ഞാനൊന്ന് ടേൺ ചെയ്തു. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കയിലാണ്. അങ്ങനെ ഞാൻ ഒന്നും ഉരുളാതെ അങ്ങനെ വന്ന് ആ 13ാമത്തെ സ്റ്റെപ്പ് താഴത്തെ സ്റ്റെപ്പിൽ എൻ്റെ തലയടിച്ച് ഞാൻ വീണു. പക്ഷെങ്കിൽ ആ കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല. ആ കുഞ്ഞിന്റെ നെഞ്ചത്തുനിന്ന് ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം. എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എൻ്റെ 1 ഇഞ്ച് വ്യത്യാസത്തിന് എൻ്റെ ബ്രെയിനിൽ ടച്ച് ചെയ്തില്ല. എൻ്റെ തലയിൽ 4 സ്റ്റിച്ചുണ്ട്. അത്രേ 1 ഇഞ്ച് കുഴിയോടുകൂടെ വളരെ എല്ലാവരും പേടിച്ചു പോയി. അവിടെ വർക്ക് ചെയ്തിരുന്നവരെല്ലാം ഓടി വന്ന് ഷീസ് ആൾറെഡി ഡെഡ് എന്നും പറഞ്ഞുകൊണ്ടാണ്. കാരണം ബ്ലഡിൽ കുളിച്ച് ഞാൻ കിടക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട്, ദൈവ നിയോഗമുണ്ടെങ്കിൽ ഹല്ലേലൂയ ഏത് മരണം വന്നാലും
അവിടെ നിന്നും ഹാലലുയ കർത്താവ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഹാലലുയ അങ്ങനെ ഒരു ഹാലലുയ അതിൽ നിന്ന് കർത്താവ് സൗഖ്യം തന്നു. ഹാലലുയ നന്ദിയോടെ സ്തോത്രം. എന്നെ ജീവനോടെ ഹാലലുയ കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഹാലലുയ സ്തോത്രം. ഹാലലുയ എന്റെ വിവാഹം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. 89 എനിക്കൊരു മകൾ ജനിക്കുവാനിടയായി. ഹാലലുയ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വിവാഹം കഴിക്കുമ്പം. പിന്നെ അത് കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് കുഞ്ഞ് ജനിക്കുന്നത്. ഞാൻ ഗൾഫിലായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും അതൊന്നും ആയിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതി. ആമേൻ. ഹാലലുയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ അവിടെ നിന്ന് ഹാലലുയ നന്ദിയോടെ സ്തോത്രം. അതിനുശേഷം 95 ഞങ്ങൾക്ക് രണ്ടാമത്തെ മോളും ജനിച്ചു. ഹാലലുയ നന്ദിയോടെ സ്തോത്രം. 95 ഞങ്ങൾ പാലക്കാട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് പാലക്കാട് താമസം തുടങ്ങി. പാലക്കാടാണ് രാജാന്റെ ഒക്കെ സ്ഥലവും എല്ലാം. അപ്പൊ ഞങ്ങൾ പാലക്കാട് ടൗണിൽ തന്നെ വന്ന് ഹാലലുയ സ്ഥലം മേടിച്ച് താമസിക്കാൻ തുടങ്ങി. വന്ന് താമസിക്കുമ്പോൾ രാജാൻ ട്രാക്ടർ ഉണ്ട്, 4 കംപ്രസർ വിത്ത് ട്രാക്ടർ. അത് 4 ഉണ്ട്. ഗൾഫിൽ നിന്ന് റിട്ടേൺ വന്നു. ഹാലലുയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ 98 ഹാലലുയ സ്തോത്രം രാജാന് ഹാലലുയ സ്തോത്രം 98 ആദ്യ വർഷങ്ങളിൽ ഒരു പ്രാവശ്യം ഈ വണ്ടി ട്രാക്ടർ കുന്നത്തൂർ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി പണിയെടുക്കുന്ന ഒരു അതിന്റെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അത് വർക്ക് ഫുൾ കംപ്ലീറ്റ് എല്ലാം പുതിയതാക്കി കൊണ്ടുവരുന്ന അങ്ങനെ വരുന്ന വഴിയിൽ ഇവിടെ പാലക്കാട് നരകപാളയം എന്നൊരു സ്ഥലമുണ്ട്. അർദ്ധരാത്രിയിലാണ് വരുന്നത്. ആ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മണൽ നിറച്ച ലോറി വന്ന് അവരെ ഇടിച്ച് തെറിപ്പിച്ചു. അപ്പൊ ലോറിക്കാരിട്ടിട്ട് പോയി. കാരണം ഈ വണ്ടി മുഴുവൻ തകർന്നു പോയി, ഇതിലുള്ളവർ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലോറിക്കാരിട്ടിട്ട് പോയി. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ രാജാനെന്ന് ഞാൻ വീട്ടിൽ വിളിക്കുന്ന രാജു എന്നാണ്. അപ്പൊ രാജാൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. രാജാന് തല അങ്ങോട്ട് തിരിഞ്ഞത് കൊണ്ട് രാജാൻ ഒന്നും പറ്റിയില്ല. ഇവിടെ ഒരു തലയിൽ ഒരു സൈഡിൽ ഒരു പോറൽ മാത്രം. കൂടെ ഒരു ഡ്രൈവർ വേറെ ഉണ്ടായിരുന്നെങ്കിലും അവനും ഒന്നും, അവന്റെ നട്ടലിന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായി. അതും അവൻ സുഖമായി. രാജാനും ഒരു കുഴപ്പവും കൂടാതവണ്ണം ദൈവം കാത്തു സൂക്ഷിച്ചു. അത് വലിയൊരു മരണം സംഭവിക്കേണ്ടതായിരുന്നു. അവിടെ നിന്നും കർത്താവ് വിടുവിച്ചു. പക്ഷെങ്കിൽ 98 ഒക്ടോബറിൽ ഹാലലുയ സ്തോത്രം രാജാന് പെട്ടെന്ന് മഞ്ഞപ്പിത്തം വന്നു. മഞ്ഞപ്പിത്തം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഡെയിലി മഞ്ഞപ്പിത്തം കൂടിക്കൊണ്ടേയിരിക്കുന്നു, ഒരു കുറവുമില്ല. അപ്പൊ പെട്ടെന്ന് ഇവിടെ നിന്ന് തൃശ്ശൂർ എലൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ അപ്പോഴാണ് ചെക്ക് ചെയ്തപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B ആണെന്ന് മനസ്സിലാക്കുവാനിടയായി. ഹാലലുയ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് മരുന്നൊന്നുമില്ല, ഇതുവരെ കണ്ടുപിടിച്ചില്ല. വാക്സിനേഷൻ ആ വർഷമാണ് 98 വാക്സിനേഷൻ തുടങ്ങി. എല്ലാവരും വന്ന് മരുന്ന് വാക്സിൻ ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കിടക്കുന്നു. ഡെയിലി 1000 rupees വെച്ച് അവിടെ പോകും. അതല്ലാതെ ഒരു മാറ്റവുമില്ല. ഡോക്ടർ അപ്പൊ എന്റെ കുഞ്ഞ് എനിക്ക് തന്നെ, എന്റെ മൂത്ത മോൾക്ക് 9 വയസ്സ്, എന്റെ രണ്ടാമത്തെ മോള് 3 വയസ്സാകാൻ പോകുന്നേ ഉള്ളൂ. അവൾ ഇവിടുന്ന് പോകുമ്പോൾ എന്റെ കുഞ്ഞ് പറഞ്ഞിരുന്നു, മമ്മി എന്റെ ബർത്ത്ഡേക്ക് 25 ഒക്ടോബർ 25 അവളുടെ ബർത്ത്ഡേ. അപ്പോഴേ മമ്മിയും പപ്പയും വരില്ലേ? അപ്പം വരുമെന്ന് അവളോട് പ്രോമിസ് ചെയ്തിട്ട് ഞങ്ങൾ പോകുവാനിടയായി. കൊച്ചു കുഞ്ഞാണല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ അവിടെ കിടന്നിട്ട് ഒന്നും ഒരു മാറ്റവും കാണുന്നില്ല. ഞാൻ ഡെയിലി പ്രാർത്ഥിക്കും. അത് ചെക്ക് ചെയ്തപ്പോൾ എനിക്കും ഹെപ്പറ്റൈറ്റിസ് B അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകുവാനിടയായി. പക്ഷെങ്കിൽ ഞാൻ രാജാനെ അറിയിച്ചില്ല. അപ്പോൾ രാജാൻ എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നീ ഉണ്ടല്ലോ, പക്ഷെ ഞാൻ അറിയിച്ചിട്ടില്ല എനിക്കും ഇത് അഫക്ട് ചെയ്തു എന്നുള്ളത്. ഞാൻ പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ഹാലലുയ ആയിരുന്നു. അടുത്ത റൂമിലും എല്ലാം മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുവാനും ഒക്കെ കർത്താവ് എനിക്ക് അവസരം തന്നു. പിന്നെ ഞങ്ങൾ കമ്പൽസറി ഡിസ്ചാർജ് മേടിച്ച് അവിടെ നിന്ന് തിരിച്ച് പാലക്കാട്ടേക്ക് വന്നു. അവിടെ കിടന്നിട്ട് ഒരു പ്രയോജനമില്ല. ഹാലലുയ എന്ന് മനസ്സിലായി. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ താക്കോലൊക്കെ കൊടുത്തിരുന്ന വേറൊരു വീട്ടിലായിരുന്നു, ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു വീട്ടില്. പക്ഷെ ഞങ്ങളെ കണ്ട ഉടനെ എല്ലാവരും റൂമിൽ കയറി വാതിലടച്ചു. പെട്ടെന്ന് താക്കോൽ കൊണ്ട് അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്ത് പറ്റി? അപ്പോഴാണ് ഇത് ഹെപ്പറ്റൈറ്റിസ് B പേടിയാണ് എല്ലാവർക്കും, ഇത് അഫക്ട് ചെയ്യും, ഇത് മാരകമായ രോഗമാണെന്ന്. ഒന്നും ഞങ്ങൾ ഓർത്തില്ല. ഞങ്ങൾ ഭവനത്തിൽ ചെന്നു പ്രാർത്ഥിക്കുവാനായി. ഞങ്ങളുടെ ദൈവദാസൻ അന്ന് ഗൾഫിലാണ്. അപ്പൊ വേറെ OP ബാബു പാസ്റ്റർ, ഞങ്ങളുടെ ഇപ്പൊ ശാരൻ ചർച്ചിന്റെ വലിയൊരു പാസ്റ്ററാണ് ഇവിടെ. അവര് തൃശ്ശൂരിൽ ചർച്ചിൽ ആയിരിക്കുന്നു. ആ ദേവദാസൻ കടന്നു വന്നിട്ട് ആരാധന നടത്തും. ആമേൻ. ഹാലലുയ. ദേവദാസനോടും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു 3 ദിവസം ഭവനത്തിൽ പ്രാർത്ഥന നടത്തണമെന്ന്. അപ്പോൾ ദേവദാസനും കടന്നു വന്നു. ഹാലലുയ. അതുപോലെ ഒരു സഹോദരൻ മാത്യു ചായൻ എന്ന് പറഞ്ഞ ആ മാത്യു ചായൻ ഇന്ന് ലോകത്തിലില്ല, നിത്യതയിൽ ചേർക്കപ്പെട്ടു.
അച്ചായന് ദർശനം കാണിച്ചു, ഒരു ശവപ്പെട്ടി കാണിച്ചു. അപ്പോൾ അന്ന് മുതൽ ആ അച്ചായൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ചർച്ചിലെ ചില സഹോദരന്മാർ എല്ലാവരും കൂടി വന്നുകൊണ്ട് ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. രാജാന് നല്ല ഹെൽത്തി ആയിരുന്ന മനുഷ്യൻ ഒന്ന് എഴുന്നേൽക്കാനോ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നിനും പറ്റാത്ത അവസ്ഥ, തൻ്റെ എല്ലാ ആരോഗ്യം മുഴുവനും പോയതുപോലെ, അങ്ങനെ ഒരു ജീവച്ഛവം പോലെ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ, ഞാനിതൊന്നും മിണ്ടുന്നില്ല. എൻ്റെ കർത്താവിനോട് മാത്രമാണ് ഞാൻ സംസാരിച്ചു. എനിക്ക് ഒന്നിനും കഴിയുന്നില്ല, എന്ത് ചെയ്യുമെന്നോ ഒന്നും അറിയുന്നില്ല. എനിക്ക് അപ്പനും ഇല്ല, അമ്മയില്ല, എൻ്റെ സഹോദരങ്ങളുണ്ട്. പക്ഷേങ്കിൽ ഹല്ലേലൂയ, എനിക്ക് ആരെയും ആശ്രയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ കർത്താവിലല്ലാതെ എൻ്റെ ഹല്ലേലൂയ ആരെയും ആശ്രയിക്കുന്നത് എൻ്റെ മാതാവ് അത് കാണിച്ചു തന്നാണ്. ഒരു മനുഷ്യനോടും എത്ര പട്ടിണി കിടന്നാലും ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി കൈ നീട്ടിയിട്ടില്ല, എനിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ്. അപ്പോഴും അമ്മച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവ് സർവ്വത്തിന് മതിയായവനാണ്. കർത്താവിന്റെ മുമ്പിലല്ലാതെ നമ്മുടെ തല കുനിക്കാനോ കൈ നീട്ടാനോ ഇടവരരുതെന്ന് അതെപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇതെല്ലാം ഉള്ളിൽ വേദന സഹിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് പോയ ഉടനെ 5 മണിയായപ്പോൾ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഡോക്ടർ അവിടുന്ന് ഞങ്ങൾ പറഞ്ഞു പോരുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു, വൊമിറ്റിങ് അങ്ങനെയുള്ള പെട്ടെന്ന് നീര് വന്ന് വീർക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ഇവിടെ വരണം, അത് ഭയങ്കര ക്രിട്ടിക്കൽ ടൈമാണ് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് എൻ്റെ മനസ്സിൽ വളരെ ഭാരമുണ്ടായി. രാജാൻ കണ്ടിന്യൂസ് ഛർദിലായിരുന്നു. ഛർദിച്ച് തളർന്നു വന്ന് പുള്ളി അവിടെ കൊണ്ട് ഞാൻ ഇരുത്തി. അത് കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും വന്നു, കൈകോർത്തല്ല ഞങ്ങളുടെ ചർച്ചിലുള്ള അച്ചായന്മാരും എല്ലാവരും കണ്ണുനീരോടെ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും കടന്നുപോയി. പിറ്റേ ദിവസം രാവിലത്തെ സെഷൻ കഴിഞ്ഞു പോയപ്പോൾ വൈകുന്നേരം എല്ലാവരും പറഞ്ഞു പെരും മഴ പെയ്തു. അതുകൊണ്ട് അന്ന് എല്ലാവരും ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഇന്ന് നിങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, വേറൊരു വീട്ടിൽ അർജന്റായിട്ട് ഒരു പ്രാർത്ഥന വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തനിയെ ഇരിക്കാൻ പറഞ്ഞു. ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും രാജാനുമായിട്ട് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് കൈ കോർത്ത് ദൈവത്തോട്, എനിക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകളില്ല, എൻ്റെ കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ രാജാൻ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കർത്താവ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഭൂമിയിൽ ഇടലേ, എനിക്കൊന്നും അറിയത്തില്ല. എൻ്റെ കർത്താവിനോട് പറയാം, ഇത് മാത്രം ഞാൻ പറഞ്ഞു, ഞാൻ കരഞ്ഞു. ഞങ്ങൾ കൈകോർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വേറൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഹല്ലേലൂയ ഒരു അരമണിക്കൂർ കഴിഞ്ഞു കാണും. 1998 ഒക്ടോബർ 29 രാത്രി 8:30 മണിക്ക് ഈ ജീവശവം പോലെ കിടന്നിരുന്ന രാജാൻ പെട്ടെന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ചാടി പുള്ളി എഴുന്നേൽക്കാനിടയായി. എൻ്റെ കർത്താവ് അവിടെ തൊട്ടു. ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് രാജാൻ ഒന്ന് ജീവച്ചവം പോലെ ഇരുന്ന ആള് ഉറക്കെ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. നന്ദിയോടെ സ്തോത്രം. മരണഭയം ഞങ്ങളെ വിട്ടുമാറിപ്പോയി. ഞങ്ങൾ ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ ഗേറ്റൊക്കെ അടച്ച് അങ്ങനെ പോയിരുന്നത്. ഞങ്ങൾ വന്ന് വീട്ടിൽ കയറിയുടെ 2 ഈ കില്ലപ്പട്ടികൾ എന്ന് പറയും, വെറും ഒരു എല്ലും തോലുമായിരിക്കും 2 പട്ടികൾ ഞങ്ങളുടെ ഭവനത്തിൽ കോമ്പൗണ്ടിൽ കയറി. അപ്പൊ അതിനെ എത്ര ഓടിച്ചിട്ടും പോകുന്നില്ല. പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയിൽ അങ്ങനെ ആയിരുന്നു, അതൊന്നും ഞങ്ങൾ തിരിച്ചറിയാനൊന്നും ഇടയായില്ല. പിറ്റേ ദിവസം എല്ലാവരും വന്നപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് രാജബ്രദറും നിങ്ങളെല്ലാം സന്തോഷത്? എൻ്റെ കർത്താവ് സൗഖ്യം തന്നു. അത് പറയുവാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ, അന്ന് പ്രാർത്ഥന കഴിഞ്ഞു. ഹല്ലേലൂയ, വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പിന്നെയും ഞങ്ങൾക്ക് ചെക്കപ്പിന് രാജാനെ എലൈറ്റിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ പോകുന്ന അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഹല്ലേലൂയ, അന്ന് രാത്രിയിൽ ഈ വന്ന പട്ടികളിൽ ഒരെണ്ണം അവിടെ ചത്ത് നീര് വന്ന് വീർത്ത് കിടക്കുന്നു. ഞങ്ങളുടെ വീടിന്റെ മുൻപിൽ, കാറിന്റെ മുമ്പിൽ കിടക്കുന്നു. എന്നാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ മറ്റേ പട്ടി അതിന്റെ വീടിന്റെ പുറകില് ചത്തു വീർത്ത് കിടക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആമേൻ. പിന്നെ ദൈവമക്കൾ എന്നോട് ഹല്ലേലൂയ, സ്തോത്രം ആമേൻ, ഹല്ലേലൂയ, പലരുമായിട്ട് ദൈവദാസന്മാരോടൊക്കെ സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ, മരണം നമ്മളെ പിടിക്കുവാൻ വന്ന, പക്ഷേങ്കിൽ മരണത്തിന് വിട്ടുകൊടുക്കാതെ വണ്ണം കർത്താവാണ് പരിപാലിച്ചത്. ഹല്ലേലൂയ, എനിക്കും അത് അഫക്റ്റ് ചെയ്തിരുന്നു. പക്ഷേങ്കിൽ അത് രണ്ടും അന്നത്തോടെ മാറിപ്പോകാനിടയായി. രാജാനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നു, എന്നെ കൊണ്ടുവന്നു. ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. ഹല്ലേലൂയ, ചെക്ക് ചെയ്തപ്പോൾ ഹല്ലേലൂയ, രാജാന് ആ ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ല, സാധാ മഞ്ഞപ്പിത്തം മാത്രമേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് എറണാകുളത്ത് വേറൊരു ചെക്കപ്പ് ഉണ്ട്, അന്ന് 98-ലാണല്ലോ, അതിന് വേണം. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇത് ദൈവം സൗഖ്യം താക്കുന്നതാണ്, ഇനി ഡോക്ടറുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്തോ അതിന് എനിക്ക് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ചെക്കപ്പിന് വിട്ടു. അവിടെ നിന്ന് റിസൾട്ട് വന്നപ്പോൾ രാജാന് ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ല എന്ന്
ഇതൊക്കെ പ്രിന്റ് ചെയ്ത് ഞങ്ങൾക്ക് സൈൻ ചെയ്ത് ഡോക്ടർ നേരത്തെ തന്നിരുന്നായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, വളരെ സീരിയസ് ആണെന്നൊക്കെ തന്നിരുന്നത്. പിന്നെ ഡോക്ടർ ബൈ ഹാൻഡിൽ എഴുതുവാനിടയായി, അത് മാറി സാധാ മഞ്ഞപ്പിത്തം മാത്രമേ ഉള്ളൂ. എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അന്ന് മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളെ അങ്ങനെ അവിടെ നിന്ന്, ഹല്ലേലൂയ, ഞങ്ങളുടെ അന്ന് ഈ ഇപ്പോൾ ഇരിക്കുന്ന ഭവനത്തിന്റെ പണി നടന്ന വാർപ്പിന്റെ സമയത്തായിരുന്നു ഈ ഒരു സംഭവം സംഭവിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഹാലലിയ പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെ താമസം തുടങ്ങി. 2010 ഹാലലിയ ഡിസംബറിലെ എനിക്ക് പെട്ടെന്ന് ഹെർണിയ വന്നു. 5-6 വർഷമായിട്ട് ഞാൻ വയറുവേദനയുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ അടുത്തൊന്നും അതിനൊന്നും പോയില്ല. വയറുവേദന സാധാരണ വരുന്നതാണെന്നുള്ള ചിന്തയിലായിരുന്നു. അപ്പോൾ 6 വർഷം ആയി ഇത് കൊണ്ടു നടന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഹല്ലേലൂയ. അപ്പോൾ പക്ഷെങ്കിൽ ഞാൻ ഒരു ദിവസം ആരാധന കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വൊമിറ്റിംഗ് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഹല്ലേലൂയ, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, ഇത് ഹെർണിയാണ്, വല്ലാതെ ഇതായി പോയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ഇത് ഹെർണിയാണ്, നമ്മുടെ അറിവില്ലാത്ത നമുക്ക് അറിവില്ലല്ലോ. അപ്പോൾ ഞാനിത് ഗ്യാസാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഗ്യാസാണ്. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, അതിന് എക്സ്റേ എടുക്കാൻ, സ്കാൻ ചെയ്യുക, അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി മനസ്സ് ക്ലിയർ ആയിട്ട് സർജറി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം എടുത്തപ്പോൾ ഹെർണിയാണ്, ഹല്ലേലൂയ, ഇൻസിഷണൽ ഹെർണിയ. അങ്ങനെ അവിടെ വെച്ച് ഹല്ലേലൂയ അതിന്റെ സർജറി ചെയ്യുവാനിടയായി. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അത് കഴിഞ്ഞ് അവിടെ എനിക്ക് വളരെ സീവിയർ ആയിപ്പോയി. ഒത്തിരി കുടലൊക്കെ മുറിച്ച് കളയേണ്ടി, കുടൽ തമ്മിൽ ഒത്തിരി ഒട്ടിപ്പോയി. അങ്ങനെ കുടല കുറെ മുറിച്ച് കളയേണ്ടിയൊക്കെ വന്നു. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു 6 മാസം കംപ്ലീറ്റ് റെസ്റ്റ് വേണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിട്ടു. അങ്ങനെ ആ സമയത്താണ് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, 2010 ഡിസംബർ ഹല്ലേലൂയ 13-ാം തീയതി ആയിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ റെസ്റ്റിലിരിക്കുമ്പോൾ 2011 ജനുവരിയിൽ കർത്താവ് എന്നോട് സംസാരിക്കുന്നു. അവൻ മുറിവേൽപ്പിക്കുകയും കെട്ടുകയും ചെയ്യും. 6 കഷ്ടത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിൽ തിന്മ നിന്നെ തൊടുകയില്ല എന്ന ഒരു ദൈവശബ്ദം ഞാൻ 6-ാം തീയതി കേൾക്കുവാനിടയായി. 6-ാം തീയതി രാവിലെ ഞാൻ ഇത് കേട്ടിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കർത്താവെ എനിക്ക് അറിയുന്നില്ല, പക്ഷെങ്കിൽ ഞാൻ അത് ഉള്ളത്തിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടു സഹോദരിയും അത് തന്നെ ആ വചനം എടുത്തു തന്നെ പ്രാർത്ഥിക്കുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. അത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. ഹല്ലേലൂയ, ഞാൻ അറിയുന്നില്ല എന്താണെങ്കിലും. കർത്താവെ സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പിറ്റേ ദിവസം 7-ാം തീയതി 2011 ജനുവരി 7-ാം തീയതി വൈകുന്നേരം 4:30 മണിയായപ്പോൾ ഞങ്ങൾക്ക് അന്ന് ട്രാക്ടറും വിത്ത് കംപ്രസർ, അപ്പൊ അതിന്റെ വർക്ക് കൊഴിഞ്ഞാൻ പറയുന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പൊ മോൾ ഇവിടുന്ന് വിളിച്ചു, മോൾക്ക് ചില കാര്യങ്ങൾ സ്കൂളിലേക്ക് ആവശ്യമുണ്ട്, അപ്പൊ പപ്പ വേഗം വരണം. ഞാൻ ഇപ്പൊ വരുന്നു, ഞാൻ വണ്ടി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ ശബ്ദം ഹല്ലേലൂയ കേട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഫോൺ വന്നു, രാജാന് ആക്സിഡന്റ് ആയി. കാരണം അവിടെ ട്രാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രാക്ടറിന്റെ എയർ പോയിട്ട് എയർ അടിക്കാൻ രാജാൻ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ പുറത്തു നിന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ആക്കി അത് എയർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി മൂവ് ആയി. അപ്പൊ മുമ്പിൽ ഒരു കുഴിയുണ്ട്, ആ കുഴിയിലേക്ക് വണ്ടി പോകാതിരിക്കാൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പുള്ളി വണ്ടി അതിൽ ഓഫ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് പണിക്കാരെല്ലാം കുറെ 10-20 മീറ്റർ ദൂരെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തല റൈറ്റ്സിലോട്ട് തിരിഞ്ഞ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓഫ് ആക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ സൈഡിൽ ഒരു മരം ഉണ്ടായിരുന്നു. അത് പുള്ളി ശ്രദ്ധിച്ചില്ല. ആ മരത്തിന്റെയും ട്രാക്ടറിന്റെ വലിയ ടയറിന്റെയും ഇടയിൽ വന്ന് രാജാനുമായിട്ട് അങ്ങ് പെട്ടെന്ന് ജാമായി രാജാൻ മുഴുവൻ തകർന്നു. ഭൂമിക്ക് മധ്യ ടയറിന്റെ മുകളിൽ തൂങ്ങിക്കിടന്നു. 9 വാരിയല്, നട്ടല് എല്ലാം പൊട്ടി, ലെൻസ് പൊട്ടി. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്ന് ആരും ഇത് അറിയുന്നില്ല, കാരണം ദൂരെയാണ് പണിക്കാര്. അപ്പോൾ ഒരു സ്ത്രീ അവിടെ വന്ന് അച്ചായൻ ഇങ്ങനെ ഇതിൽ തൂങ്ങിക്കിടക്കുന്നു. അപ്പോഴത്തേന് പുള്ളി നോക്കുമ്പോ അനക്കമൊന്നുമില്ല. നോക്കിയപ്പോ പുള്ളിക്കാരി അവിടെ നിന്ന് വിളിച്ചു കൂവി, അവരോട് വിളിച്ചു പറഞ്ഞു, അച്ചായൻ തേണ്ടേ മരിച്ചുപോയേ, ഓടിവായോ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴത്തേന് പണിക്കാരങ്ങൾ ഓടി വരുമ്പോൾ ഈ മരത്തിന്റെയും ഈ ട്രാക്ടറിന്റെ ഇടയിൽപ്പെട്ട് ജാമായി കിടക്കുകയാണ് രാജാൻ. ഒരനക്കം ഇല്ല. പെട്ടെന്ന് അവരെല്ലാം കൂടെ അതിനെ പിടിച്ച് വലിച്ച് ഒരു വിധത്തിൽ രാജാനെ പുറത്തെടുത്ത് പെട്ടെന്ന് പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു 3 ഹോസ്പിറ്റലിൽ പോയിട്ടും ഫസ്റ്റ് എയ്ഡ് പോലും കൊടുത്തില്ല. ഇവിടെ വേണ്ട, പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ തൃശ്ശൂർ അന്നത്തെ 2011 അന്നത്തെ ഇന്നത്തെ റോഡെന്ന് പറഞ്ഞാൽ മുഴുവനും ഗട്ടറും മുഴുവനും നിറഞ്ഞ, ആ ഗട്ടർ നിറഞ്ഞ റോഡിൽ കൂടി
അപ്പോൾ ഞാൻ ഇപ്പോഴും മഹത്വപ്പെടുത്തുന്നത് ഈ ഹാർട്ടിൽ നിന്ന് കൂട് മുഴുവനും പൊട്ടി, ലങ്സ് പൊട്ടി, അതെല്ലാം പൊട്ടിയെങ്കിലും ഹാർട്ടിൽ ഒരു റിബ് പോലും ടച്ച് ചെയ്യാതെ വണ്ണം എൻ്റെ കർത്താവ് ഹല്ലേലൂയ കാക്കുവാനിടയായി. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഹോസ്പിറ്റലിൽ എൻ്റെ കർത്താവ് ഹല്ലേലൂയ അവിടെ ആണെങ്കിൽ നിറഞ്ഞ്, മെഡിക്കൽ കോളേജിൽ ആൾക്കാർ നിറഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ നിലത്താണ് കൊണ്ടുവിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ നിലത്ത് കൊണ്ടിട്ട് വെള്ള തുണി കൊണ്ട് മൂടി, കഴുത്ത് വരെ മൂടി, തൻ്റെ ഡ്രസ്സെല്ലാം അവരെ കീറി എടുത്തു. അന്ന് എൻ്റെ ഇളയ മോളും എൻ്റെ സിസ്റ്ററുടെ മോൻ, മൂത്ത ചേച്ചി, അവരൊക്കെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അവരുടെ ആ മോൻ ഇവിടെ ജിടെക് കമ്പ്യൂട്ടർ നടത്തുന്ന ആ മോൻ ഞങ്ങൾക്ക് മോനായിട്ട് അവൻ എല്ലാത്തിനും ഓടിയെത്തുന്നത്. അവൻ അവളെയും കൊണ്ട് അവിടെ പോകാനിടയായി. അവന് അവിടെ വെച്ച് അവരുടെ കയ്യിൽ രാജാന്റെ ഡ്രസ്സും എല്ലാം കൊടുത്തു. എന്നിട്ട് അപ്പൊ രാജാന് അവിടെ നിന്ന് വരുമ്പോൾ ഒരു ബോധമില്ലാതിരുന്ന് ഗട്ടറിൽ വീണപ്പോൾ രാജാൻ പെട്ടെന്ന് പോയ ബോധം തിരിച്ചു വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ സംസാരം, പുള്ളിക്ക് ഉള്ളിൽ ഇങ്ങനെ തേങ്ങ കുലുങ്ങുന്ന പോലെ ലങ്സിന്റെ ഉള്ളിൽ ബ്ലഡ് കടന്ന് കുലുങ്ങുന്നു. ഇതെല്ലാം പുള്ളി ഫീൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം പിന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവിടെ ചെന്ന് ഇതെല്ലാം വളരെ ഇതായിട്ട് ആയിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഈ സ്കാനിങ് റിപ്പോർട്ടോ എല്ലാ റിപ്പോർട്ടും കിട്ടാതെ ഡോക്ടേഴ്സ് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ രാജാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ ലങ്സിന്റെ ഉള്ളിലെ ബ്ലഡ് ഒന്ന് എടുത്തു കളാ. അപ്പൊ പറഞ്ഞു, ഒന്നും ചെയ്യാതെ മെഡിസിൻ ചെയ്യാൻ പറ്റത്തില്ല, പച്ചയ്ക്ക് തന്നെ ഡ്രിൽ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ആ പച്ചയ്ക്ക് തന്നെ ഒരു ഇത് കൊടുക്കാതെ തന്നെ ഡ്രിൽ ചെയ്തു. ലെഫ്റ്റ് സൈഡില് വാരിയലിന്റെ അവിടെ ഡ്രിൽ ചെയ്ത ലങ്സിന്റെ ഉള്ളിൽ കൂടി ആ ബ്ലഡ് എടുക്കാൻ, ഒരു ബോട്ടിൽ ബ്ലഡ് ലങ്സിന്റെ ഉള്ളിൽ നിറഞ്ഞത് എല്ലാം പുറത്തെടുക്കുവാനിടയായി. ഡ്രെയിനേജ് പൈപ്പ് അവിടെ ഫിറ്റ് ചെയ്തു. അങ്ങനെ എടുക്കുവാനിടയായി. പിന്നെ വെളുത്ത തുണി ഇത് കഴുത്ത് വരെ ഇട്ടിട്ട് അവിടെ കിടക്കുവാണ്. കാരണം അവർക്കറിയാം ഇത് മുൻപോട്ട് ജീവിതമില്ല, രാജാൻ തീർച്ചയായിട്ടും മരിച്ചു പോകുന്നതാണ് അവരുടെ അവസ്ഥ, അവർ പറയുന്നത്. അതിന്റെ അടുത്ത് തന്നെ അനേക രോഗികൾ ആക്സിഡന്റും ഒക്കെ വരുന്നുണ്ട്. ഒരു 35 വയസ്സുകാരൻ അപ്പോൾ ആക്സിഡന്റ് ആയി വന്ന് തന്റെ ഭാര്യ അലമുറയിട്ട് കരയുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഓക്സിജൻ കൊടുക്കുന്നതും അവരുടെ നെഞ്ചത്തിട്ടും അമർത്തുന്നു, ഇതൊക്കെ രാജാൻ കണ്ടുകൊണ്ട് കിടക്കുന്നു. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി, ഫുൾ വെള്ളത്തുണിയിട്ട് മൂടുന്നു. അപ്പൊ അതേപോലെ ഒരു അവസ്ഥയിലാണ് രാജാൻ കഴുത്തു വരെ വെള്ളത്തുണിയിട്ട് കിടക്കുന്നത്. പക്ഷെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ അങ്കിളും രാജാന്റെ അങ്കിളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു, ഇവിടെ കിടത്തിയാൽ ഇനിയും ആളെ തിരിച്ചു കിട്ടത്തില്ല, എത്രയും വേഗം ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം. രാത്രി 10 മണിയാണ് സമയം, രാത്രി 10-10:30 ആയപ്പോ. അപ്പോ അവിടെ എല്ലാ ഹോസ്പിറ്റലും അന്വേഷിച്ചപ്പോൾ എല്ലാ ഹോസ്പിറ്റലും ഓഫാണ്, രാത്രിയായി, ഡോക്ടേഴ്സ് ഇല്ല. അപ്പോൾ ഹാർട്ട് ഹോസ്പിറ്റല് അന്ന് സുധീർ ഭട്ട് എന്ന് പറഞ്ഞ തൊറാസിക് സർജൻ അവൈലബിൾ ആയിരുന്നു. പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞ്. അപ്പൊ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ റിസ്ക് അല്ല, നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾ പൊക്കോണം, ഈ കണ്ടീഷനിൽ രോഗിയെ പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പൊ അപ്പോൾ ഇവരെല്ലാം കൂടെയുള്ളവർ പറഞ്ഞു, ഞങ്ങളുടെ ഓൺ റിസ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് അവിടെ ഹാർട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ SICUവിൽ അഡ്മിറ്റ് ആക്കുവാനിടയായി. അവിടെയും ഡോക്ടർ പറഞ്ഞു, ഒന്നും പ്രതീക്ഷയ്ക്ക് വകയില്ല, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി പ്രയർ ലൈനിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പ്രാർത്ഥിച്ച സമയത്ത് പലരും പറയുന്നത് മരണമല്ലാതെ ഒന്നുമില്ല, അതാണ് കാണുന്നത് എന്ന്. ഹല്ലേലൂയ. ഞാനിതൊന്നും അറിയാതെ ഞാൻ വീട്ടിലാണ്. കാരണം ഞാൻ സർജറി കഴിഞ്ഞ്, ഹെർണിയയുടെ സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കിടക്കുന്നുണ്ട്. എന്നോട് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. രാജാൻ എന്തോ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി, അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു. പക്ഷേങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളത്തിൽ നിന്ന് എനിക്ക് അറിയാതെ ഞാൻ എൻ്റെ യേശുവെ എന്ന് വിളിച്ചൊന്ന് നിലവിളിക്കുവാനിടയായി. എൻ്റെ ഉള്ളത്തിൽ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ആരോടൊന്നും മിണ്ടിയില്ല. ഞങ്ങളുടെ ദേവദാസനും ദേവദാസിമാരെല്ലാം കടന്നു വന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് രാത്രി 1 മണിയായപ്പോൾ എൻ്റെ ബ്ലസ്സൻ മോൻ, എൻ്റെ ചേച്ചിയുടെ മോൻ വന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയും പറയാതിരിക്കുന്നില്ല, രാജായൻ ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു, SICUവിൽ. ഇനി പ്രാർത്ഥിച്ചാൽ മാത്രമേ വിടുതലുള്ളൂ. അതിന് മേമ പ്രാർത്ഥിച്ചോണം. ഇങ്ങനെയൊക്കെ കണ്ടീഷനാണ്, ഇതുവരെ ഞങ്ങൾ മിണ്ടാതിരുന്നതാണ്, നമുക്ക് രാവിലെ തന്നെ പോകാമെന്ന് പറഞ്ഞ് അവൻ വന്നു. അവിടെ നിന്ന് വന്ന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മൂത്ത മോൾ അന്ന് അവിടെ ഉണ്ട്. മോള് BSc നേഴ്സിംഗ് പഠിക്കുന്നിടത്തുനിന്ന് ലീവിന് വന്നതായിരുന്നു. അവളെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അവളൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീടിന്റെ മുമ്പിൽ ഇരുന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനി രാജാനെ കൊണ്ട് അല്ലാതെ ഞാൻ ഈ ഭവനത്തിലേക്ക് വരികയില്ല. എൻ്റെ കർത്താവാണ് എനിക്ക് മാതാവും പിതാവും എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി. അവിടെ ചെന്നു ഉടനെ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. രാത്രിയായപ്പോൾ ഞാൻ ബൈസ്റ്റാൻഡർ റൂമിലാണ്. പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ് എനിക്ക് പോയി കാണാൻ പറ്റുന്നത്. അപ്പോൾ 1 മണിക്കൂർ എനിക്ക് രാജാന്റെ അടുത്തിരിക്കാം. രാത്രി 12 മണിയായപ്പോൾ
അനേകരുടെ ഫോണൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ എൻ്റെ സർജറിയും എൻ്റെ റെസ്റ്റും ഞാൻ എല്ലാം മറന്നു. അതൊന്നും എൻ്റെ ഓർമ്മയിലേ ഇല്ല. അപ്പോൾ പെട്ടെന്ന് രാത്രി 12 മണിയായപ്പോൾ എന്നോട് ആരോ ഇങ്ങനെ പെട്ടെന്ന് പാടുകയാണ്, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് പൊന്നാക്കിടുവാൻ അത്ര ഈ ശോധന എന്ന്. ഇത് കേട്ട് ഞാൻ മയക്കത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ ബൈബിളിൽ പാട്ടുപുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ ആ പാട്ട് മുഴുവൻ കാണാതെ പഠിച്ചു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മരണഭയം എന്നെ വിട്ടുമാറി. അപ്പോൾ ഞാൻ ഉറച്ചു, എൻ്റെ രാഴ്ച മരിക്കയില്ല, എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തു, തീർച്ചയായിട്ടും ജീവനോടെ ഇരുന്ന് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുമെന്ന് ഞാൻ ഉറച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുത്ത് കടന്നുപോയപ്പോൾ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, കാരണം പുള്ളിക്ക് മരിച്ചു പോകുന്ന ഉറപ്പാണ്. കാരണം ഞാൻ അങ്ങനത്തെ ഒരവസ്ഥയാണ്. കാരണം 9 വാരിയല് പൊട്ടി, നട്ടല് പൊട്ടി, ലങ്സ് പൊട്ടി, ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഡോക്ടേഴ്സും പറയുന്നത് ഇനി ഒരിക്കലും ഈ മനുഷ്യന് പുറത്തു വരുവാൻ കഴിയുകയില്ല എന്ന അവസ്ഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ രാജാനോട് പറഞ്ഞു, കർത്താവ് എന്നോട് ഇന്നലെ രാത്രി ഈ പാട്ട് തന്നു. എൻ്റെ കർത്താവ് എനിക്ക് ഉറപ്പും ധൈര്യവും തന്നിട്ടുണ്ട്, നിങ്ങളെ ജീവനോടെ തന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും, എൻ്റെ കർത്താവിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന്. അവിടെ നഴ്സുമാർ എല്ലാവരും കേൾക്കാൻ ഞാൻ വിളിച്ചു പറയുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ആ പാട്ടും പാടി 1 മണിക്കൂർ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും എനിക്ക് അങ്ങനെ കടന്നു പോകാം. അങ്ങനെ അപ്പോഴും ICUലാണ്. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് പലരും കാണാനൊക്കെ ഇങ്ങനെ വരുമല്ലോ. ചിലർക്ക് കണ്ടില്ലെങ്കിൽ ഗ്ലാസ്സിൽ കൂടി കണ്ടാൽ പോരാ, ഉള്ളിൽ കയറി കാണാം. അങ്ങനെ നിർബന്ധം പലരുടെയും ഭാഗത്തുണ്ട്. അങ്ങനെ ചിലർ കണ്ട് രാജാന് പെട്ടെന്ന് ന്യൂമോണിയ അഫക്ട് ചെയ്തു. അത് അപ്പോഴത്തേന് അതിനെ ഒരു വെള്ളിയാഴ്ച എന്നെ വിളിച്ചിട്ട് രാജാനെ വെന്റിലേറ്ററിൽ ഇടുകയാണ്, വളരെ സീരിയസ് കണ്ടീഷനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തു നിന്ന് നോക്കിയതേ ഉള്ളൂ. എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് എല്ലാം കണ്ടു തന്നെ ഞാൻ ഉള്ളത്തിൽ ഉറപ്പ് പ്രാപിച്ചു. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്, എന്നെ കൈവിടുകയില്ല. എൻ്റെ രാജാനെ ആരോഗ്യത്തോടെ തന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അത് ഞാൻ എന്നോട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കർത്താവ് വിശ്വസ്തൻ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക മാത്രം. ഹല്ലേലൂയ. ദിവസവും 5000 രൂപയുടെ ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കണം ഇതിനു വേണ്ടിയിട്ട്. അങ്ങനെ അത് അവരും ചെയ്തു. ഏതായാലും അത് കഴിഞ്ഞ് പെട്ടെന്ന് അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് പുറത്തു വന്നു. ഒരാഴ്ച 13 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ അപ്പൊ ഡോക്ടർ തന്നെ എന്നോട് പറയാനിടയായി, ഇത് പെട്ടെന്നാണ് ഫിലിപ്പിന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നത്, അതൊരു അത്ഭുതമാണ് കേട്ടോ എന്ന്. സുധീർ ഭട്ട് എന്നുള്ളൊരു ഡോക്ടറാണ്. അപ്പൊ ഞാൻ ഡോക്ടറോട് പറയാനിടയായി, ഡോക്ടറെ ഇത് ദൈവമാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്, അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് തീർച്ചയായിട്ടും, എൻ്റെ യേശു കർത്താവ് ഹല്ലേലൂയ തീർച്ചയായിട്ടും രാജാനെ ഇവിടുന്ന് ആരോഗ്യത്തോടെ പുറത്തു കൊണ്ടുപോകാനിടയാകുമെന്ന് ഞാൻ പറയുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം അങ്ങനെ റൂമിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ രാജാന്, കാരണം ഇത് ഉള്ളിലെല്ലാം പൊട്ടിക്കിടക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്രേസ് എന്ന ഒരു വെയിറ്റ് ഉള്ള ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം പുറമേ ഒരു ഓപ്പറേഷനോ ഒരു മുറിവുകളോ ഒന്നും ഇല്ല. അപ്പൊ ഇത് ഇട്ടിട്ട് വേണം, ഇത് ഉള്ളിൽ ഓപ്പൺ ചെയ്ത ഒരു സർജറി ഇല്ല, അത് ഉള്ളിൽ തന്നെ ആ പൊട്ടിയ റിബ്സ് ഒക്കെ ജോയിന്റ് ആവണം, അതിന് ഈ ബ്രേസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോ പുള്ളിക്കാരനെ ICUവിൽ നിന്ന് തന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നടത്തിയപ്പോൾ പുള്ളിക്കാരന്റെ രാജാന്റെ ഇടത്തെ കാല് ഫങ്ഷനിങ് അല്ല, കാരണം നട്ടലിന് പൊട്ടലുള്ളത് കൊണ്ട് ഇടത്തെ കാലിന്റെ ശേഷി പോയി. അങ്ങനെ അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറയുവാനിടയായി, ഇനി ഇദ്ദേഹം എഴുന്നേൽക്കയില്ല, കാരണം നട്ടലിന് മുകളിൽ മുതൽ താഴെ വരെ പൊട്ടലുണ്ട്, അതുകൊണ്ട് രാജാൻ തീർച്ചയായിട്ടും പാരലൈസ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ. ഇനി ജീവനോടെ ഇനിയിപ്പം മരിക്കയില്ല, ജീവനോടെ ഇരിക്കും, പക്ഷെങ്കിൽ പുള്ളി ജീവനാന്ത കിടക്കയിൽ തന്നെ ആയിരിക്കും എന്ന് പറയാനിടയായി. അവിടെ നിന്ന് ഡോക്ടർ ഇങ്ങനെ പറയാനിടയായി, പാരലൈസ് ആയി കിടക്കുമെന്ന്. പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെ ഉറപ്പ് പ്രാപിച്ചു, എൻ്റെ കർത്താവ് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനല്ല, എൻ്റെ കർത്താവാണ് തന്നിട്ടുണ്ട്. രാജാനെ എഴുന്നേൽപ്പിച്ച് എന്ന് ഇവിടുന്ന് പോകുവാനിടയാകുമെന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ റൂമിലേക്ക് പോയി. അവിടെ ഞാനിപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. 6 മാസം കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞതാണ്. എൻ്റെ കുടൽ കുറേ മുറിച്ച് കളഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വേദനയെല്ലാം, എൻ്റെ വീക്ക്നെസ്സും ഒക്കെ മറന്നുപോയി, എൻ്റെ റെസ്റ്റും മറന്നുപോയി. അപ്പോൾ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ രാജാന്, കാരണം ഇത്രയും ഉള്ളിലെല്ലാം പൊട്ടിക്കിടക്കുന്നുണ്ട്, പുള്ളിക്ക് കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാൽ അപ്പൊ പറയും ബെഡ് പൊക്കാൻ പറയും, പിന്നെ താക്കാൻ പറയും. അപ്പൊ ഇത് പുള്ളിയുടെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുവാൻ എനിക്ക് കർത്താവ് തന്നു. ഞാൻ എപ്പോഴും കർത്താവ് ഇതെല്ലാം മറന്നുകൊണ്ട് രാജാനെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇട തന്നു. അതിനുശേഷം അപ്പോഴാണ് എൻ്റെ മൂത്ത മോൾ, അവള് BSc നഴ്സിങ്ങിന് ഹൈദരാബാദിൽ ലക്ഷ്മി ഹോസ്പിറ്റലിൽ പഠിക്കുന്ന, അവിടെ വെച്ച് അവളൊന്ന് വീണിട്ട് അവളെ ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് അവളുടെ നട്ടല് മുഴുവൻ സ്കോളിയോസിസ് S പോലെ വളഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അന്ന് അവിടെ ഒരു സ്പൈൻ സർജൻ കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ഡോക്ടർ അവളെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, എത്രയും വേഗം നിനക്ക് ഇത് സർജറി ചെയ്യണം. സർജറി ചെയ്ത് അതിന് പ്ലേറ്റും സ്ക്രൂവും ഒക്കെ ഇട്ട് ഫിറ്റ് ചെയ്ത, അല്ല എങ്കിൽ നിന്റെ പുറത്തൊരു അത് വളഞ്ഞ് അവസാനം നിന്റെ പുറത്തൊരു കൂന് പോലെ മുഴ പോലെ വരും, നീ കൂനിയായി പോകും, അങ്ങനെ വല്ലാതെ ഇതായിത്തീരും, എത്രയും വേഗം ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്പൈനിൽ തൊട്ടാൽ എന്ന് പാരലൈസ് ആയി പോകുമെന്നും, അന്ന് ആ ഇടയ്ക്ക് ഇവിടെ ഒരാൾക്ക് സർജറി കഴിഞ്ഞിട്ട് ആ കൊച്ചു പാരലൈസ് ആയി കിടക്കയിലാണ്. അത് എല്ലാം കൂടെ കണ്ടിട്ട് അവൾ ഒരിക്കലും അതിന് സമ്മതിച്ചില്ല. ഞാൻ ഇങ്ങനെ പൊക്കോട്ടെ, ഇനി ഞാൻ ഇത്രയും ഞാൻ നടക്കുന്നത് പോലും ഇല്ലാതെയാകും സർജറി ചെയ്താലെന്നുള്ള ആ പേടി മുഖാന്തരം ഇവള് സമ്മതിച്ചിരുന്നില്ല. അപ്പൊ ഇതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. എൻ്റെ കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവൾ ചെറുപ്പത്തിൽ അവൾക്ക് ചെറിയൊരു കേർവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ബ്രേസ് പോലെ ഇട്ടാൽ മതിയായിരുന്നു. അന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സിനൊന്നും അറിയത്തില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഇവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞു, എക്സസൈസ് ചെയ്താൽ മതി, അതങ്ങ് മാറും കുറച്ച് കഴിഞ്ഞ്. പെൺകുട്ടിയല്ലേ, പെൺകുട്ടിയെ സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവര് അന്ന്. പക്ഷെങ്കിൽ നമ്മളും ഇതറിഞ്ഞില്ല. ഇവള് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളതുകൊണ്ട് ഇവർക്ക് വേറെ ഒരു അപാകതകളും ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷെങ്കിൽ ഇടയ്ക്ക് ഇവൾക്കൊരു മമ്മി എന്റെ വെയിറ്റ് 1 ഇഞ്ച് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇവളുടെ നട്ടല് എസ് പോലങ്ങായി. അന്ന് ചെറിയൊരു കേർവ് ആ കഴുത്തിന്റെ താഴെ ഉണ്ടായിരുന്നതാണ്, അത് വളഞ്ഞ് എസ് പോലായി. അപ്പൊ ആ സമയത്താണ് അവളുടെ വെയിറ്റ് ഇച്ചിരി കുറയാനിടയായത്. വസ്തം പറഞ്ഞാൽ രാജാനെ റൂമിൽ കൊണ്ടുവന്നു. അപ്പൊ ഇവളിത് സമ്മതിക്കുന്നില്ല, സർജറിക്ക് സമ്മതിക്കുന്നില്ല. അപ്പൊ സർജറിക്ക് 10 ലക്ഷം രൂപയിലേറെ ആകുമെന്ന് അവിടുന്ന് തന്നെ അവള് ക്ഷേമമോള് പറയാനിടയായി. അപ്പൊ രാജാനെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഈ ട്രീറ്റ്മെന്റ് നടക്കുന്നു. അപ്പൊ അതിന്റെ മധ്യത്തിൽ രാജാൻ അവിടെ കിടക്കുമ്പോൾ പെട്ടെന്ന് ഇവള് റൂമിലേക്ക് കാണാൻ വന്നപ്പോൾ അവളോട് പെട്ടെന്ന് രാജാൻ പറഞ്ഞു, മോളെ, കർത്താവ് സൗഖ്യമാക്കും. കർത്താവ് പല വേകളിൽ കൂടി സൗഖ്യമാക്കും. കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. കർത്താവ് കൽപ്പിച്ച് സൗഖ്യമാക്കിയിട്ടുണ്ട്. കർത്താവ് തുപ്പി ചേറ് കുഴച്ച് പുരട്ടി സൗഖ്യമാക്കിയിട്ടുണ്ട്. നിന്റെ സൗഖ്യം ചിലപ്പോൾ ഈ സർജറിയിൽ കൂടി ആയിരിക്കും. നീ അതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് രാജാൻ പറയാനിടയായി. പെട്ടെന്ന് അവള് പറഞ്ഞു, പപ്പ ഞാൻ ഓക്കെയാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം 21 വയസ്സിന് മുമ്പേ ഇവളുടെ ഈ സർജറി നടന്നില്ല. 21 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് ഹാർട്ട് വെളിയിൽ വെച്ച് അത് ഭയങ്കര റിസ്കി ആണെന്ന് ഡോക്ടർ പറയുവാനിടയായി. അപ്പൊ 21 വയസ്സാകാൻ 6 മാസം കൂടെ ഉള്ളൂ അവൾക്ക്. അപ്പൊ അതിനു മുമ്പേ ഈ സർജറി നടക്കണം. അങ്ങനെ അപ്പൊ അവളോട് പറഞ്ഞു, മോളെ, നീ പെട്ടെന്ന് പോയിട്ട് സർജറിക്കുള്ളതെല്ലാം ക്രമീകരിക്കാൻ പറഞ്ഞു. വിശ്വാസത്താൽ ഇത് പറയുകയായിരുന്നു ഞങ്ങള്. എന്ത് ചെയ്യുന്നറിയില്ല. രാജാൻ ഈ കിടക്കയിലാണ്. പെട്ടെന്ന് അപ്പോൾ എൻ്റെ ആങ്ങളെ അന്ന് ഇപ്പോഴും അമേരിക്കയിലാണ്, ന്യൂജേഴ്സിയില്. ആങ്ങളെ എന്നോട് ഈ അവസ്ഥയെല്ലാം വിളിച്ചു അറിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഞാനും ആനിയും കൂടെ അങ്ങ് വരികയാണ്, ഞങ്ങള് ഷേബയുടെ സർജറിക്ക് വേണ്ടി ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ അവിടുന്ന് പുറപ്പെട്ടു വന്നു. ഞങ്ങള് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കർത്താവ് ഡേ ബൈ ഡേ പെട്ടെന്ന് റിക്കവർ തരുന്നു. 26-ാം തീയതി ഒരു പേപ്പറിൽ ഒരു പരസ്യം വന്നു. ഫ്രണ്ട് പേജില് ഒരു ഡിവൈഎസ്പിയുടെ ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും അവര് കണ്ണുനീരോടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോൾ രാജാന്റെ അതേ സെയിം ആക്സിഡന്റ്, മോക്ഡ്രില്ലിന്റെ സമയത്ത് ലോറി ഇടിച്ച് ഒരു ചുമരിനോട് ചേർന്ന് ഇടിച്ച് ആ ഡിവൈഎസ്പിക്ക് ഇതേ സിംറ്റംസ്, വാരിയല് പൊട്ടി, നട്ടല്, ഈ ലങ്സ് ഒക്കെ പൊട്ടി. അങ്ങനെ പെട്ടെന്ന് പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആ സമയത്ത് തന്നെ അവിടെ വെച്ച് മരിക്കുവാനിടയായി. അവർ കണ്ണുനീരോടെ ഇരിക്കുന്ന ഭാര്യയുടെയും ആ 2 പെൺമക്കൾ അപ്പോൾ കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തി, നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കർത്താവിന് ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനും കർത്താവ് എനിക്ക് കൃപ തന്നു. നന്ദിയോടെ സ്തോത്രം. അവിടെ നിന്ന് 29-ാം തീയതി രാജാനെ ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ രാജാൻ കാലിങ്ങനെ വലിച്ചു നടക്കും, ശരിക്കും തന്നെ നടക്കാം. എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് വേണം, എല്ലാം ബാത്റൂമിൽ പോകണമെങ്കിലും എല്ലാത്തിനും സപ്പോർട്ട് വേണം. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞു. ഷേബാമോളുടെ സർജറി, സ്കോളിയോസിസിനുള്ള സർജറി അത് ഫിക്സ് ചെയ്തു ഫെബ്രുവരി 15-ാം തീയതി. അപ്പൊ ഫെബ്രുവരി 13-ാം തീയതി ഇവിടെ നിന്ന് പോകണം. ഞങ്ങൾ വീട്ടിൽ വന്നു. രാജാൻ എന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പോകേണ്ട 13-ാം തീയതി ടിക്കറ്റ് എടുത്തു, 13-ാം തീയതി പോകാൻ. ഞാൻ വെള്ളിയാഴ്ച 13-ാം തീയതി ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. 13-ാം തീയതി വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രിയിൽ ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിനോടൊന്ന് കരഞ്ഞു. കർത്താവെ, രാജാനെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് എനിക്ക് പോകാൻ കഴിയത്തില്ല. ഈ രാജാനും ഇങ്ങനെ അവസ്ഥയില്ല. ഞങ്ങൾ 2 പേരും, എൻ്റെ കുഞ്ഞിന്റെ ഇത്രയും വലിയൊരു സർജറി നടക്കുമ്പോൾ ഞങ്ങൾ 2 പേരും അവിടെ ഇല്ലാതെ എങ്ങനെയാണ് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഞാനൊന്ന് അപ്പാ എന്ന് ഹൃദയം തുറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ കിടന്നുറങ്ങി.
ഞാൻ 4 മണിക്ക് ഞാൻ ചാടി എഴുന്നേൽക്കുമ്പോൾ, ശബ്ദം കേട്ട് ചാടി എഴുന്നേൽക്കുമ്പോൾ രാജായൻ തനിയെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്ന കാഴ്ച കാണുവാനിടയായി. അന്ന് വരെ എന്റെ സപ്പോർട്ടോട് കൂടെ നടക്കുകയും ബാത്റൂമിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്ന ആള് അന്ന് എഴുന്നേറ്റ് ഹല്ലേലൂയ സ്തോത്രം ആരോഗ്യത്തോടെ ബാത്റൂമിൽ പോയി തന്റെ കാര്യങ്ങൾ പിന്നെ തനിയെ ചെയ്യുവാൻ എന്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കൈവിടുകയില്ല. ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടോ നമ്മളെ കുറിച്ച്? ദൈവ നിയോഗമുള്ളവനെ ആമേൻ ഏത് വിധത്തിലും പിശാച് അവനെ തകർത്തു കളവാൻ മരിക്കുവാനും എല്ലാം കൊണ്ടുവന്നേക്കാം. പക്ഷേങ്കിൽ അവന്റെ മേലുള്ള ദൈവത്തിന്റെ പരിപാലനം ഹല്ലേലൂയ അത് അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തു. അതെ, 6 കഷ്ടത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും, 7ാമത്തേതിൽ തിന്മ നിന്നെ തൊടുകയില്ല എന്ന ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഭവിച്ചറിയുവാൻ കത്തക്കവണ്ണം അവിടുന്ന് ചതക്കുകയും മുറുകെട്ടുകയും ചെയ്യുന്ന ദൈവമാണെന്ന്. ആമേൻ. രാജാവിന്റെ പുറത്തെ ട്രാക്ടറിന്റെ ടയറിന്റെ ഇതെല്ലാം കട്ടായിട്ട് പുറത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും സ്തോത്രം, അതെല്ലാം കരിനീലിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചതക്കുകയും മുറുക്കുകയും ഇതൊക്കെയാണ് കർത്താവ് ചതച്ചു. അങ്ങനെ കർത്താവ് എല്ലാം മുറുകെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മളെ വിടുവിച്ചു. അങ്ങനെ ഞങ്ങൾ 13-ാം തീയതി ഞാനും എൻ്റെ ബ്രദറും പിന്നെ എൻ്റെ സഹോദരൻ മക്കളും എല്ലാവരും കൂടെ ഹൈദരാബാദിലേക്ക് എൻ്റെ കുഞ്ഞിന്റെ സർജറിക്ക്, അവിടെ അതിനെല്ലാം ക്രമീകരിച്ചത് എൻ്റെ മോളും അവളുടെ കൂട്ടുകാരും കൂടെയാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ആർക്കും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അവളോട് തന്നെ അവിടെ ഉള്ളവർ ചോദിച്ചു, ആരുടെയാണ് സർജറി? എന്റെയാണ് സർജറി. അവള് ചിരിച്ചോണ്ടാ പറയുന്നത് എന്റെ സർജറി. അതിനപ്പം നിനക്ക് ആരും ഇല്ലേ ഒന്ന് വന്ന് അപ്പൊ പറഞ്ഞു. അപ്പോഴാ അവള് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ചെന്നു 15-ാം തീയതി സർജറിക്കായിട്ട് അവളെ റൂമിൽ കയറ്റുന്നതിന് മുമ്പേ എന്നെ സൈൻ ചെയ്യാനായിട്ട് വിളിച്ചു. സൈൻ ചെയ്തു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അന്ന് 4 ഡോക്ടേഴ്സ്, ഹൈദരാബാദിലെ 2 ഡോക്ടേഴ്സും അവരുടെ സെക്കൻഡറാബാദിലെ 2 ഡോക്ടേഴ്സും, അങ്ങനെ 4 ഡോക്ടേഴ്സ് കൂടിയിട്ടാണ് അവിടെ ഈ സർജറി ചെയ്യുന്നത്. അത് വലിയൊരു സർജറി, 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറിയാണ്. ഫോളില് കഴുത്ത് മുതൽ താഴെ വരെ ഓപ്പൺ ചെയ്തിട്ടാണ് ആ സർജറി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ വളഞ്ഞ ചെടികളെയൊക്കെ വടി കൊണ്ട് പിടിച്ച് കെട്ടി നേരെയാക്കി നിർത്തുന്നത് പോലെ അങ്ങനെ ഒരു പൊസിഷൻ. അത് ഡോക്ടർ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു. നിങ്ങൾ പേടിക്കേണ്ട, സ്പൈനിൽ ടച്ച് ചെയ്യില്ല. അത് ഞാൻ 100ഓളം സർജറി ഇത് ചെയ്തിട്ടുണ്ട്. ദൈവം അന്ന് ഈ ഡോക്ടർ സഞ്ജോഗ് മാത്തൂർ എന്ന് പറഞ്ഞ ഡോക്ടർ ഈ 2 വർഷം മാത്രമേ അവിടെ വന്നിരുന്നുള്ളൂ. അതുവരെ പുള്ളി കാനഡയിലായിരുന്നു വന്നു. അപ്പൊ ഞാൻ പറയും, എൻ്റെ കുഞ്ഞിന്റെ ഈ സർജറിക്ക് വേണ്ടി ഡോക്ടറെ ദൈവം ഇവിടെ അയച്ചതാണ്. അങ്ങനെ ആ ഡോക്ടർ ഇവളുടെ സർജറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് ആ സർജറിക്ക് അതെല്ലാം ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഡോക്ടർ. ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, പേടിക്കണ്ട. പക്ഷെങ്കിൽ 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി. ഞങ്ങൾക്ക് കുറെ നേരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞൻ അപ്പൊ ഡോക്ടർ എന്നോട് സൈൻ ചെയ്തപ്പോ ഒരു വാക്ക് പറഞ്ഞു. അവളുടെ സ്മൈലിംഗ് ഫേസ് കണ്ട് ഞങ്ങൾക്കൂടെ ധൈര്യമാണ്. അവള് ചിരിച്ചോണ്ടാ എല്ലാത്തിനും ഇരിക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവം കൊടുത്തൊരു കൃപയായിരുന്നു എൻ്റെ കുഞ്ഞ്. ഹല്ലേലൂയ സ്തോത്രം. ആ 9 മണിക്കൂർ നീണ്ടു നിന്ന സർജറി ഒരു ഡോക്ടേഴ്സിനോ ആർക്കും ഒരു പ്രയാസവും ഒന്നും ഉണ്ടാകാതെ വണ്ണം ദൈവം സക്സസ് ആയിട്ട് സർജറി നടക്കുവാനിടയായി. അവളെ 5:30 മണിയായപ്പോൾ രാവിലെ 7:30 കയറ്റി 5:30 ആയപ്പോൾ SICUലേക്ക് അവളെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ വന്ന് ഞാൻ ചെന്ന് കാണുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. എന്നെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അവളുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ബെഡിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അങ്ങ് പിച്ചും പെയ്യും വിളിച്ച് പറയണം. കാരണം ഒരു വില്ലേജ് ഓഫീസറാണ്, ആക്സിഡന്റ് ആയിട്ട് തകർന്നു കിടക്കുകയാണ്. പുള്ളിക്ക് സുബോധമെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയെ അപ്പൊ നേഴ്സ് എന്നോട് വന്ന് പറഞ്ഞു, ആന്റി പ്രാർത്ഥിച്ചോണം. ആന്റി പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യൻ ശാന്തമായി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഴുവനും പിച്ചും പെയ്യും വിളിച്ച് പറയാണ്, ആന്റി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് ഇത്രയും വലിയ സർജറി, ഞങ്ങളുടെ ഒരു ആക്സിഡന്റ്, എൻ്റെ 2010 ഡിസംബറിലാണ് എൻ്റെ സർജറി കഴിയുന്നത്. അത് കഴിഞ്ഞു ജനുവരി 7-നാണ് രാജാന്റെ ആക്സിഡന്റ്. അതിന്റെ ട്രീറ്റ്മെന്റ് 1 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരിയിലാണ് ഇത് 1 by 1 ആയിട്ട് കണ്ടിന്യൂഷൻ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഹോസ്പിറ്റലിൽ വലിയൊരു എമൗണ്ട് ആകുമെന്ന് പറയുവാനിടയെ. എപ്പോഴും ഞാൻ കർത്താവിനോട് ഒരു കാര്യം ഞാൻ അപ്പച്ചനോട് അപേക്ഷിക്കുന്നത്, കർത്താവെ, ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞ് കൈനീട്ടുവാൻ എനിക്കിടവരരുത്. എൻ്റെ കർത്താവിന്റെ മുമ്പിൽ അല്ലാതെ ഒരു മനുഷ്യനോട് ഇല്ല എന്ന് പറയുവാൻ എനിക്കിടവരില്ലേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവിടെയുള്ള ദേവദാസൻ ഇവിടെ വന്ന് ടെസ്റ്റ് മണി പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫേബായാണ്, ഫേബ മാത്യു. ഹല്ലേലൂയ. ആ ദേവദാസിയാണ് അവിടുത്തെ അവളുടെ പാസ്റ്ററും ജോർജ് മാത്യു ജോർജ് പാസ്റ്ററും ഫേബയുമായിരുന്നു അവളുടെ പാസ്റ്റേഴ്സ് അവിടുത്തെ.
വളരെ സഹകരണം. അന്ന് ഞങ്ങൾ അവളുടെ സർജറി നടക്കുമ്പോൾ അവർ ദൈവദാസനും ദൈവദാസിയും ഞങ്ങളുടെ കൂടെ അവിടെ ഹാലിൽ കൂടെ ഉണ്ടായിരുന്നു. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ധൈര്യം തന്നുകൊണ്ട് ഞങ്ങൾക്ക് അവളെയും വളരെ കാര്യമായിട്ട് അവിടെയുള്ള ഒത്തിരി പേര് അവരുടെ ചർച്ചിൽ ഞാൻ പോയി പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ട് ഹല്ലേലൂയ അവരോട് കൂടെ ആയിരിക്കാൻ എല്ലാം കർത്താവ് കൃപ ചെയ്യുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനും ദൈവദാസിയാണ് ഹല്ലേലൂയ മാത്യു ജോർജ് പാസ്റ്റർ ഫേബയും. ഹല്ലേലൂയ ഞങ്ങൾക്ക് അന്ന് സപ്പോർട്ടായിട്ട് അവിടെ നിന്ന് ധൈര്യം തന്ന് ഞങ്ങളെ നിർത്തി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ അവളുടെ സർജറി കഴിഞ്ഞു. ആ സമയത്തും എൻ്റെ കർത്താവ് അപ്പൊ എത്രമാത്രമാകും ചാർജ് എന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കർത്താവിനറിയാം. അപ്പോൾ ഞങ്ങളെ കർത്താവ് എനിക്ക് 12 കൊട്ട ശേഷിപ്പിച്ചെടുത്തു. ഈ ഒരു വാക്കാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എത്രയായിരിക്കും ബില്ല് വരികയാണെന്നുള്ളത് ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി ചുരുക്കം മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഫേബയാണെങ്കിൽ അവരുടെ ATM കാർഡും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് പറയുക എന്നറിയില്ല. പക്ഷെങ്കിൽ അവിടെ ചെന്ന് ഞാൻ അപ്പോൾ ഇത് പറഞ്ഞു, എൻ്റെ കർത്താവ് 12 കൊട്ട ശേഷിപ്പിച്ചെടുത്ത കർത്താവാണ് എനിക്കുള്ളത്. എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ബില്ല് വന്നപ്പോൾ ഹല്ലേലൂയ ചുരുക്കം ഹല്ലേലൂയ സ്തോത്രം 5.5 ലക്ഷം രൂപ മൊത്തമായി. അങ്ങനെ അതിന്റെ ചുരുക്കം 20,000 രൂപ കുറച്ച് മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ. അത് തന്നെ ഞങ്ങൾക്ക് കൊടുക്കുവാനും എല്ലാം കർത്താവ് കൃപ ചെയ്തു. ഒരു മനുഷ്യനോ എൻ്റെ സഹോദരങ്ങളോട് ആരോടോ എനിക്ക് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആരുടെയും മുമ്പിൽ നമ്മൾ കർത്താവ്, അത് എൻ്റെ മാതാവിൻ്റെ മാതാവ് അങ്ങനെയായിരുന്നു. പട്ടിണി കിടക്കുമ്പോഴും 7 ദിവസം പട്ടിണി കിടക്കുമ്പോഴും വയറ് മുറുക്കി വിടുത്താലും ഒരുത്തരോട് ഇല്ല എന്ന് പറഞ്ഞ് കൈനീട്ടില്ല. എൻ്റെ കർത്താവിന്റെ മുൻപിലല്ലാതെ ഞാൻ കൈനീട്ടില്ല. ഇത് തന്നെ എൻ്റെ ഉള്ളിലുണ്ട്. ഇല്ല എന്ന് പറഞ്ഞ് ആരോട് ചോദിക്കരുത്, എൻ്റെ കർത്താവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന്. അതൊരു വാശി എനിക്കുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനോട് മാത്രം ചോദിക്കുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എല്ലാവരും കൂടെ അവളുടെ സർജറി ഒക്കെ കഴിഞ്ഞു. അവളെ റൂമിൽ കൊണ്ടുവന്നു. എല്ലാം സക്സസ് ആയി നടന്നു. അപ്പോൾ അവളെ പുറത്ത് 1 മാസം താമസിക്കണം അവളുടെ കൂടെ. അപ്പോൾ അവൾ ഹോസ്റ്റലിൽ താമസിച്ചു. അവിടുത്തെ പ്രിൻസിപ്പാള് എന്നോട് പറഞ്ഞു, നിങ്ങൾ മമ്മിയും മോളും കൂടെ ഇവിടെ താമസിച്ചോ, അതെല്ലാം ഫെസിലിറ്റി കർത്താവ് ഒരുക്കി തന്നു. കർത്താവ് ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. അവിടെ കുഞ്ഞിന്റെ കൂടെ നിന്ന് ഹല്ലേലൂയ അവിടെ. പക്ഷെങ്കിൽ ഞാൻ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് രാജാന്റെ ട്രീറ്റ്മെന്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പോകുന്നത്. എൻ്റെ ശരീരം വളരെ ബലഹീനതയുണ്ട്. പക്ഷെങ്കിൽ അവിടെയുള്ള കുഞ്ഞുങ്ങൾ മമ്മി ഒന്നും ചെയ്യണ്ട, മമ്മി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ഞങ്ങളെല്ലാം ഷേബയുടെ കാര്യം നോക്കിക്കോളാം, മമ്മി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും എല്ലാം കർത്താവ് കൃപ തന്നു. എൻ്റെ കുഞ്ഞിനെ മുഴുവനും അവര് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് ഒക്കെ ഈ 1 മാസം അവിടെ ട്രീറ്റ്മെന്റും ഒക്കെ നടക്കുവാൻ ഹല്ലേലൂയ കർത്താവ് കൃപ ചെയ്തു. അവിടെ നിന്ന് ഹല്ലേലൂയ സ്തോത്രം. അവിടെ നിന്ന് ഇവിടെ വരുവാൻ ഹല്ലേലൂയ സ്തോത്രം. പാലക്കാട്ടേക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടന്നു വരുവാനിടയായി. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ പലരുടെയും സംസാര രീതികൾ അതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾക്ക് വേദനപ്പെടുത്തുന്ന, കാരണം ഇത്രയും വലിയൊരു സർജറി, ഈ പെൺകൊച്ചല്ലേ, 21 വയസ്സായിട്ടില്ല. അപ്പൊ ഇത്രയും നിലയിൽ ഇനി അവൾക്കൊരു വിവാഹം നടക്കുവോ? കാരണം കഴുത്തിന്റെ മുട മുതൽ അവളുടെ താഴെ വരെ നട്ടെല്ലാം ഓപ്പൺ ചെയ്തിട്ടാണ് സർജറി നടന്നിരിക്കുന്നത്. അപ്പോ അവളുടെ പുറത്ത് ഇപ്പോഴും 21 സ്ക്രൂവും 4 പ്ലേറ്റും ഉണ്ട്. അതെടുത്ത് കളയാൻ പറ്റില്ല. സ്തോത്രം. അവൾ ഇന്ന് വിവാഹിതയാണ്. 2 കുട്ടികളുടെ മാതാവാണ്. അവൾ UK-യിൽ ജോലി ചെയ്യുന്നു. അവളുടെ ഭർത്താവും. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവൾക്ക് അപ്പൊ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പലരും ഓരോന്നൊക്കെ നമ്മുടെ ബന്ധുക്കാരും തന്നെ എല്ലാവരുടെയും സംസാരം നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പൊ എൻ്റെ അടുത്ത ഒരു റിലേറ്റീവ് കടന്നു വന്നിട്ട് ഇത് പറഞ്ഞു, ഇവളുടെ ഇതൊന്നും ആരെയും അറിയിക്കരുത്, കൊച്ചിന് വിവാഹം നടക്കേണ്ടതല്ലേ. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവാണ് അവളെ മുറിച്ചതും മുറി കെട്ടിയതും. ഇത് കർത്താവിന് നാമ മഹത്വം എടുക്കാൻ ഇതെല്ലാവരും അറിയുക തന്നെ ചെയ്യും. ഞാൻ എന്നിട്ട് പോയി ദൈവസന്നിധി നെടുപാട് വീണു. എൻ്റെ കർത്താവെ, അവിടുന്നാണ് എൻ്റെ കുഞ്ഞിനെ മുറുകെട്ടുകയും ചെയ്തത്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ളതും എൻ്റെ കർത്താവാണ് കരുതുന്നത്. അപ്പച്ചൻ്റെ മാറിലേക്ക് ഞാൻ ചാരി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദേവദാസനെ, ഹല്ലേലൂയ. 2011 ഏപ്രിലാണ് ഈ സംസാരം ഉണ്ടായത്. 2012 ഏപ്രിൽ 12-ാം തീയതി എൻ്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കുവാൻ. അന്ന് പറഞ്ഞിരുന്നവർ ഇവർക്കൊരു വിവാഹം നടക്കുമോ എന്ന് ഡൗട്ട് ചെയ്തിരുന്നിടത്ത് അവൾക്ക് ഒരു വിവാഹം, ഇവളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം. ഒരു മോൻ ഹല്ലേലൂയ. അവരുടെ മാതാവും പിതാവും കണ്ണൂരില് കർത്താവിന്റെ വേല ചെയ്യുന്നു. ജോബി മോൻ, അവൻ അന്ന് ഗൾഫിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഹല്ലേലൂയ അവര് അപ്പനും അമ്മയും ഞങ്ങള് മോളെ ഇവിടെ കാണാൻ വന്നപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞു.
മോനോടും വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ വിട്ടു പൊക്കോട്ടെ. കാരണം അവര് ഭാരപ്പെട്ടുകൊണ്ട് ഒരു വിവാഹത്തിലേക്ക് കയറാൻ പാടില്ല. വിവാഹം എന്നും എന്നേക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറയുവാനിടേ. മാതാവും പിതാവും വന്നു കഴിഞ്ഞിട്ട് അവര് ആ വീട്ടിലേക്ക് പോയി. പോന്ന വഴിക്ക് കർത്താവ് അവരോട് സംസാരിച്ചു. ഞാൻ മുറുക്കുകയും കെട്ടുകയും ചെയ്യുന്ന ദൈവമായ യഹോവയാകുന്നു. അത് സംസാരിച്ച ഉടനെ ആ പ്രിയ മാതാവ് എന്നെ വിളിച്ചു. ഞങ്ങൾ ഈ വിവാഹത്തിന് സമ്മതമാണ്. കാരണം കർത്താവ് എന്നോട് സംസാരിച്ചു. കർത്താവാണ് ഇത് മുറുക്കുകയും കെട്ടുകയും ചെയ്തിരിക്കുന്നത്. കർത്താവ് അതിനോട് കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ സമ്മതമാണെന്ന്. മോനും 1 മാസം ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളോട് ഈ വിവാഹം അവന് അത് അക്സെപ്റ്റ് ചെയ്ത് അവൻ ഞങ്ങളോട് പറയാനിടയായി. നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഏപ്രിൽ 12 അവളുടെ വിവാഹം ഇവിടെ വെച്ച് നടക്കുവാനിടയായി. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല ഇവൾക്കൊരു വിവാഹം നടക്കുമോ, അതോ ഇവളുടെ വിവാഹം നടന്ന് ഇവൾക്ക് ഒരു കുഞ്ഞിനെ, കാരണം ഇത്രയും വലിയൊരു സർജറി നടന്ന ഇവൾക്ക് ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ള ശക്തി കാണുമോ എന്നൊന്നും അതെല്ലാം നമ്മുടെ ഫേബായ്ക്കും മാത്യു ജോർജ് പാസ്റ്റർക്കും അവർക്ക് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് രായ്ച്ചാൻ ഇങ്ങനെ ആക്സിഡന്റ് ആയി കിടക്കുമ്പോഴെല്ലാം അവിടെ നിന്ന് ശക്തമായ പ്രാർത്ഥനയുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ കണക്റ്റഡ് ആയതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുകയും വളരെ വചനം പറഞ്ഞ് ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഷേബമോളുടെ സർജറി, ഷേബമോളുടെ വിവാഹം കഴിഞ്ഞു. അവള് മോനെന്ന് ഗൾഫിലാണ്. പിന്നെ പെട്ടെന്ന് പോയി ഇവള് പിന്നെ സിംബിയോസിസിൽ പൂന സിംബിയോസിസിലെ MSc എടുക്കാൻ, MSc നഴ്സിംഗ്, ഇവള് BSc നഴ്സിംഗ് ഹൈദരാബാദിൽ വെച്ച് കഴിഞ്ഞു. അവളുടെ സർജറി ഒക്കെ കഴിഞ്ഞ് അവള് അവിടെ പോയി പിന്നെ നല്ല നിലയിൽ പാസ്സായി. BSc നഴ്സിംഗ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് MSc പഠിക്കണം എന്ന് പറഞ്ഞ് സിംബിയോസിസില് പൂനെയിൽ അവിടെ പോയി പഠിക്കുവാനിടയായി. ആ സമയത്ത് മോനെ ഗൾഫിലായിരുന്നു. ഇവൾക്ക് പെട്ടെന്ന് എന്തോ വയ്യാതെ വന്നു. അപ്പൊ അവൾ മോനെ വിളിച്ചു വരുത്തി. പിന്നെ മോനെ വിട്ടിട്ടില്ല. പിന്നെ അവര് അവിടെ തന്നെ സ്റ്റേ ചെയ്യുവാനിടയായി. അവിടെ ജോലിയും അവളുടെ പഠനവും എല്ലാം കൂടെ അങ്ങനെ അവിടെ കഴിയുവാനിടയായി. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ഇളയ മോളും അവള് ഡിഗ്രി കഴിഞ്ഞു. അവളും പൂനെയിൽ പോയി. പൂനെയിൽ ഇവിടെ നിന്ന് +2 കഴിഞ്ഞ് അവിടെ പോയി അവള് ഡിഗ്രിക്ക് പഠിക്കുവാനിടയായി. അവിടെ എല്ലാം ആയിരുന്ന സമയത്തും എൻ്റെ കർത്താവ് അത്ഭുതകരമായിട്ട് അവളെയും നടത്തി. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2012 ഇവരുടെ വിവാഹം കഴിഞ്ഞു. 2015 രായ്ച്ചാന് വയറ്റില് എപ്പോഴും ഈ ബ്ലഡ് പോകുന്ന ഒരവസ്ഥ വന്നു. 2015 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. അപ്പോ കർത്താവെ, ഒത്തിരി പ്രോസസ്സിൽ കൂടി ഞങ്ങൾ പോയതാണ്ട് ഇനിയും വലിയൊരു സിംറ്റംസ് വരുമോ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ പോകുന്ന അപ്പൊ പൈൽസ് ആണെന്ന് വിചാരിച്ചു കുറച്ച് നാള്. അത് കഴിഞ്ഞ് പിന്നെ ഇത് നിൽക്കുന്നില്ല. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്തപ്പോ ഇത് പൈൽസ് അല്ല, രായ്ച്ചാന്റെ വയറ്റിൽ ലാർജ് ഇൻഡസ്ട്രിയിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടായി. അത് പൊട്ടി സ്പ്രെഡായി പോയി. അത് ഡോക്ടർ പറഞ്ഞു ഇത് ബയോപ്സിക്ക് അയക്കൊന്നും വേണ്ട, ഇത് ക്യാൻസർ തന്നെയാണെന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് രായ്ച്ചാന്റെ ഫാമിലിയില് രായ്ച്ചാന്റെ ഉപ്പപ്പന്മാരും പപ്പയും എല്ലാം ഇത് ഒരു ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഒരു അസുഖമാണ് ഈ ക്യാൻസർ. അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നതായോണ്ട് അപ്പോ രായ്ച്ചാൻ അന്ന് 60 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ രായ്ച്ചാൻ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ റിക്കവറി ഇല്ല, ഞാൻ മരിച്ചു പോകുമെന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ പെട്ടെന്ന് കർത്താവ് ഈ കഴിഞ്ഞ കാലത്തെല്ലാം ഇതിൽ കൂടി എല്ലാം നടത്തിയെടുത്ത് ഇതുവരെ കൊണ്ടുവന്നു. ആക്സിഡന്റിൽ നിന്നും വിടുവിച്ചു. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B വന്നു, അതിൽ നിന്നും വിടുവിച്ചു. അങ്ങനെ വന്ന് ഹെപ്പറ്റൈറ്റിസ് B വന്ന് മഞ്ഞപ്പിത്ത കൂടി അവിടെ അതിൽ നിന്നും എല്ലാം വിടുവിച്ചത് കർത്താവ് വിടുവിച്ചപ്പോ ഇതും എന്റെ കർത്താവ് അറിയാതെ അല്ലല്ലോ. അപ്പൊ കർത്താവ് തന്നെ ഇതിലും വിടുവിക്കും. രായ്ച്ചാന് ഞാൻ ഉറപ്പും ധൈര്യവും കൊടുത്തു, തളർന്നു പോകാനല്ല. അപ്പൊ ഞങ്ങൾക്ക് ഇത് കോഴിക്കോട്, അപ്പൊ ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്നൊന്നും ഒരു ചിന്തയില്ല. അപ്പൊ രായ്ച്ചാന് ഈ ലങ്സിന്റെ ഇതിന്റെ വാരിയലും ഒക്കെ പൊട്ടിയ ആ സമയത്ത് ഇവിടുത്തെ ഒരു ഡോക്ടറാണ് പിന്നെ ഞങ്ങളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഹരിലാൽ എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പൊ ആ ഡോക്ടറെ അടുത്ത് തന്നെ ഒന്ന് ചോദിക്കാന്ന് വെച്ചപ്പോ അപ്പോഴത്തേന് ആ ഡോക്ടർ ഇവിടെ നിന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അവരുടെ ടീം ഒരുമിച്ച്
ഓഫീസിൽ പോയിരുന്നു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വരണം, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾ ഇന്ന ട്രെയിന് ഇന്ന ടൈമിൽ വരണം, അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു. കാരണം രാജാനെ ആക്സിഡന്റ് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ആ ഡോക്ടർ തന്നെ രാജാനെ നോക്കിയിട്ട് പറഞ്ഞു, ആന ചവിട്ടി മെതിച്ച മനുഷ്യനെ ഇത്രത്തോളം ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ, ക്രിസ്തു ഇത്രയും പോരെ നിങ്ങൾക്ക് ചെയ്തതെന്ന് ആ ഡോക്ടറുടെ വായിൽ നിന്നൊരു വാക്ക് കേൾക്കാനിടയായി. അങ്ങനെ അപ്പൊ ഡോക്ടർ അത് കഴിഞ്ഞ് ഇവിടുന്ന് ബേബി മെമ്മോറിയലിലേക്ക് ചെന്നപ്പോ അപ്പൊ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനും എന്നെ കാണാൻ വരാൻ നിങ്ങൾ ഫീസ് എടുക്കരുത്, ഫീസ് മേടിക്കണ്ട, നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ വന്ന് കാണാം, അങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അവിടെ അല്ലെങ്കിൽ അവരുടെ ടിക്കറ്റ് ഇതൊക്കെ എടുക്കാൻ ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് ഏത് സമയത്തും ഡോക്ടറെ പോയി കാണാൻ ഒരു ഇത് തന്നിരുന്നു ഡോക്ടർ. അപ്പൊ ഞാൻ ഈ ക്യാൻസറിന്റെ ഇത് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചഞ്ചലപ്പെട്ടിരുന്നപ്പോൾ അപ്പോൾ എൻ്റെ സിസ്റ്ററുടെ മോൻ ബ്ലസ്സൻ മോൻ പറഞ്ഞു, മേമേ എന്തിനാ ഭാരപ്പെടുന്നത്, നിങ്ങൾ പെട്ടെന്ന് ഹരിലാൽ ഡോക്ടറെ, നിങ്ങളുടെ തൊറാസിക് സർജൻ അല്ലേ, ആ ഡോക്ടറെ വിളിച്ച് വിവരം പറ, ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. പെട്ടെന്നാണ് എനിക്ക് ക്ലിക്കായി, ഞാൻ ഡോക്ടറെ വിളിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട, ഇപ്പോൾ ഇവിടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ തുറന്നു, 6 മാസമായിട്ടുണ്ട്, എല്ലാം സക്സസ് ആയി നടന്നു പോകുന്നു, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ, എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് കയ്യിൽ ക്യാഷ് ഒന്നും അധികം ഇല്ല. പക്ഷെങ്കിൽ അന്ന് റബ്ബർ ഷീറ്റ്, ഞങ്ങൾക്ക് റബ്ബർ തോട്ടമുണ്ട്, റബ്ബർ ഷീറ്റിന് അന്ന് വിലയില്ലാതിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ അങ്ങനെ എല്ലാം ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇതെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ രാജാൻ അന്ന് എന്ത് ചെയ്തു, രാജാൻ തന്നെ അന്ന് എനിക്ക് എൻ്റെ ശരീരത്തിനാണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് വന്ന് എൻ്റെ രണ്ടാമത്തെ മോളുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ശരീരം മുഴുവനും എൻ്റെ അസ്ഥികൾക്ക് ബലമില്ലാതായി. ഓസ്റ്റിയോപൊറോസിസ് 32ാമത്തെ വയസ്സിൽ എന്നെ പിടിച്ചു, അഫക്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ, ഒരു പ്രാർത്ഥനയിൽ പോയപ്പോൾ ദേവദാസൻ പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ശരീരത്തില് ബലഹീനതയായ ഇങ്ങനൊരു അസുഖമുണ്ട്, നിനക്ക് അത് ആ അസുഖം എനിക്ക് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ദേവദാസൻ എന്നോട് ഇങ്ങനെ പറയുവാനിടയായപ്പോൾ എന്നാൽ ആ ദേവദാസനോട് പ്രാർത്ഥിച്ചില്ല. പക്ഷെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഹല്ലേലൂയ സ്തോത്രം, അന്ന് 2 കൊരിന്ത്യർ 12 എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു എന്നുള്ള വചനം കർത്താവ് എനിക്ക് തരുവാനിടയായി. അപ്പോൾ എന്നെ നടത്തുന്നത് അവിടുത്തെ കൃപയാണ്, എൻ്റെ കർത്താവിന്റെ ശക്തിയാണ് എന്നെ നടത്തുന്നത്. എനിക്ക് എൻ്റെ അസ്ഥികൾക്കോ എനിക്ക് ഒരു കാര്യത്തിനോ എനിക്കൊരു ബലമോ ആരോഗ്യമോ ഒന്നുമില്ല. അപ്പോൾ രാജാൻ തന്നെ അന്ന് ആ റബ്ബർ ഷീറ്റ് മുഴുവനും എടുത്തുകൊണ്ട് വിറ്റ് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് 5000 രൂപ കുറവ്. അപ്പം ഒരു മനുഷ്യനോട് ഞങ്ങൾക്ക് ചോദിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ബ്രദർ, രാജാന്റെ ബ്രദർ എന്ന അവൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞു, രാജാൻ ഞാൻ കൊണ്ടുപോകാൻ രാജാനെ എന്നും പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെങ്കിൽ അവർ ആരോടും ഞങ്ങൾ പണം ചോദിക്കത്തില്ല. സ്തോത്രം. അവിടെ ചെന്നു ട്രീറ്റ്മെന്റിന് എല്ലാം രാജാനെ അവര് വളരെ കാര്യമായിട്ട് തന്നെ അവിടുത്തെ, കാരണം ഹരിലാൽ ഡോക്ടറിന്റെ പേഷ്യന്റ് ആണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ കാര്യമായിട്ട് തന്നെ കൊണ്ടുപോയി എല്ലാ ചെക്കപ്പുകളും നടത്തി. അവിടെ രാജാന് 2015 നവംബർ 2-ാം തീയതി സർജറി നടക്കുവാനിടയായി. ആ സർജറി നടന്നു. രാജാന്റെ നല്ല കുടല് 5 സെന്റിമീറ്ററും 2 സൈഡിൽ നിന്ന് മുറിച്ചു കളഞ്ഞു. ആ ഗ്രോത്തും ഇതായതെല്ലാം അത് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു. അത് മുഴുവനും എടുത്തു കളഞ്ഞു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോ നമുക്ക് അന്ന് ഈ ക്യാൻസറിനെ കുറിച്ച് വലിയ ബോധമില്ലല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ക്യാൻസറിന്റെ ഇതെല്ലാം എടുത്തു കളഞ്ഞെങ്കിലും നമുക്കൊന്ന് കീമോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഷോക്കായി, ഒരു ഭയം പോലെ വന്നു. അപ്പൊ പിന്നെ പെട്ടെന്ന് ഡോക്ടർ അവരുടെ ടീം ഒരുമിച്ച് വന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തി, ഇതിന് ഭാരപ്പെടണ്ട, ഇത് ഇനി എന്തെങ്കിലും സെൽസ് ഇതിലുണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ടാണ് കീമോതെറാപ്പി ചെയ്യുന്നത്, അത് ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ ധൈര്യപ്പെടുത്തി. ഞങ്ങൾ പിന്നെ ഒന്നുകൊണ്ട് അത് കഴിഞ്ഞ് റേഡിയേഷൻ ചെയ്യണമെന്നും പറയാനിടയായി. റേഡിയേഷനും ഇതെല്ലാം കൊണ്ട് ആദ്യമൊക്കെ ഭാരപ്പെട്ടെങ്കിലും പിന്നെ ധൈര്യത്തോടെ പിന്നെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നു സർജറി എല്ലാം കഴിഞ്ഞു, എല്ലാം സക്സസ് ആയി നടന്നു, ഒരു പ്രയാസവും ഇല്ല. അങ്ങനെ വീട്ടിൽ വന്നു റേഡിയേഷൻ തുടങ്ങുന്ന 2015 ഡിസംബർ 28 മുതൽ ഞങ്ങൾ അഡ്മിറ്റ് ആകണം. അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് വിളിച്ചു പറഞ്ഞു. അപ്പൊ ജോബിമോൻ എൻ്റെ മോളുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, മമ്മി ഞാനുണ്ടല്ലോ, ഞാൻ അങ്ങ് വരാം, നിങ്ങളുടെ കൂടെ, നിങ്ങൾ തനിയെ ഇനി പോവണ്ട എന്ന് പറഞ്ഞ് അവൻ അവിടെ ലീവിന് അപ്ലൈ ചെയ്തിട്ട് അവൻ പെട്ടെന്ന് വണ്ടി കയറി ഇങ്ങ് പോന്നു. അവർ രണ്ടുപേരും, എൻ്റെ മക്കൾ രണ്ടുപേരും അവർക്ക് പഠനം കഴിഞ്ഞിട്ട് പുറത്ത് വരാനും പറ്റാത്തൊരവസ്ഥ. അപ്പൊ മോൻ വന്ന് ഇവിടെ ഇരുന്നു. 2015 ഡിസംബർ 23-ാം തീയതി അവൻ ഇവിടെ വന്നു. അവനിവിടെ ഇരിക്കുമ്പോൾ, അപ്പൊ ഇവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു.
3 വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ രായ്ച്ചായൻ പെട്ടെന്ന് അവനോട് പറഞ്ഞു, മോനെ എനിക്കൊരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചാലും എനിക്ക് അത് സന്തോഷമാണെന്ന് പറഞ്ഞു. അവനങ്ങ് ഷോക്ക് പോലായി. വാസ്തവം പറഞ്ഞാൽ ആ 2015 ജനുവരിയിൽ കർത്താവ് എനിക്കൊരു കാഴ്ച കാണിച്ചു തന്നിരുന്നു. എൻ്റെ മൂത്ത മോളുടെ പേര് ഷേബ എന്നാണ്. ഷേബ മോൾ എൻ്റെ കയ്യിൽ ഒരു ആൺകുഞ്ഞിനെ കൊണ്ടുവന്ന് തരുന്ന കാഴ്ച ഞാൻ കണ്ടിരുന്നു. അപ്പോ എൻ്റെ ഉള്ളത്തിൽ ആ ഒരു ധൈര്യം കിടപ്പുണ്ട്. എൻ്റെ കർത്താവാണ് എനിക്കിത് കാഴ്ചത്. അപ്പൊ എൻ്റെ കുഞ്ഞിന് എന്തായാലും ഒരു കുഞ്ഞുണ്ടാകുമെന്ന്. ഹല്ലേലൂയ. ഇത്രയും ഒരു സർജറി നടന്നുകൊണ്ട് എല്ലാവർക്കും ഡൗട്ടാണ്, ഇവൾക്ക് മക്കൾ ഉണ്ടാകാൻ ഇവൾക്ക് അതിനുള്ള കെൽപ്പില്ല, ശേഷിയില്ല എന്നാണ് എല്ലാവരുടെയും ധാരണ. പക്ഷെങ്കിൽ ഇവളെ ഒത്തിരി മരുന്ന്, ഇവളുടെ സ്റ്റിറോയിഡ് ഒത്തിരി ഇവളുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അതെല്ലാം ദൈവം അതെല്ലാം കുറച്ചിട്ട് വേണമല്ലോ ഇവൾക്കൊരു കുഞ്ഞ് ഇവളുടെ ഉള്ളിലും രൂപം കൊള്ളുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അപ്പൊ അന്ന് എനിക്ക് കർത്താവ് കാഴ്ച കാണിച്ചപ്പോൾ ഇത് ഇപ്പോഴല്ല, ഇത് ഈ ഡിസംബറിലെ അവളുടെ ഉദരത്തിൽ ഉരുവാകുകയുള്ളൂ എന്ന് അന്നൊരു ദൈവശബ്ദം ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഉള്ളത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഷേബ മോളെ വിളിച്ചു പറഞ്ഞിരുന്നു, മോളെ നിനക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ തരും, അത് കർത്താവ് ആ ചക്ക സമയത്ത് തന്നെ തരും, നീ ഉറപ്പോടെ ധൈര്യത്തോടെ. പക്ഷെങ്കിൽ ഇവർ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ഓരോരുത്തരുടെയും എല്ലാവരുടെയും പലരുടെ, കാരണം അവരുടെ വീടുകളിൽ നിന്നും എല്ലാവരുടെയും ഫോഴ്സ് ഉണ്ടാകുമ്പോൾ, സംസാരം ഉണ്ടാകുമ്പോൾ ഇവർക്ക് ഭാരമായി. അവിടെ അവർ ചെക്കപ്പിന് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര ചെക്കപ്പ് ചെയ്താലും എവിടെ പോയാലും കർത്താവ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, ആ സമയത്തല്ലാതെ നിന്റെ ഉള്ളിൽ രൂപം കൊള്ളുകയില്ല. അത് കർത്താവ് തന്ന വാഗ്ദത്തമാണ്. കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു ഉറപ്പിക്കുവാനിടെ എങ്കിലും അവർ കുറെ പോയാലും എല്ലാം അവരുടെ പ്രവൃത്തികളെല്ലാം നിഷ്ഫലമായിരുന്നു. പക്ഷെങ്കിൽ ഡിസംബർ 23 മോൻ ഇവിടെ വന്ന് മോനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മോനങ്ങ് ഇതായി, ഒരു വല്ലാത്ത ഭാരമായി. പക്ഷെങ്കിൽ എൻ്റെ കർത്താവ് ഇതിനു മുമ്പ് തന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരുന്നു. നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രാഴ്ച ധൈര്യപ്പെടുക, കർത്താവാണ് നമ്മളെ ഇതുവരെ കൊണ്ടുവന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രോസസ്സിൽ നിന്ന് ഇപ്പൊ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുക കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾ മരിച്ചു പോവാനല്ല, കർത്താവ് ഇവിടെ നിന്ന് ജീവനോടെ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പറഞ്ഞ് ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 28-ാം തീയതി ഞങ്ങൾക്ക് രാഴ്ചന്റെ റേഡിയേഷനും കീമോതെറാപ്പിയും അവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതിനു മുമ്പേ ഒരു കീമോതെറാപ്പി ചെയ്തു രാഴ്ചന്. 10.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു കീമോതെറാപ്പി ഉണ്ടായിരുന്നു. അത് അണ്ടർഗ്രൗണ്ടിലാണ് അതിന്റെ യൂണിറ്റ്. അപ്പൊ അവിടെ ചെന്ന് ഞങ്ങൾ കിടക്കുമ്പോൾ രാഴ്ചനെ അവിടെ കിടത്തിയിരിക്കുമ്പോൾ ഇത് സെപ്റ്റംബറിൽ ദൈവാത്മാവ് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഒരു വാക്ക്, ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ തലയിലെ മുടിയെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് പറഞ്ഞപ്പോൾ ഇത് നിനക്കുള്ള വചനമാണ്, നീ ഏറ്റെടുത്തോളാൻ സെപ്റ്റംബറിൽ എന്നോട് കർത്താവ് പറഞ്ഞിരുന്നു. ആ വാക്ക് ഞാൻ എൻ്റെ ഉള്ളത്തിൽ സംഗ്രഹിച്ചു. ഇത് എന്തുകൊണ്ടാണ് കർത്താവ് എന്നോട് സംസാരിക്കുന്നതെന്നോ ഒന്നും എനിക്ക് അന്ന് അറിയത്തില്ല, എന്താണെന്ന് അറിയുന്നില്ല. ഹല്ലേലൂയ. അതിനുശേഷമാണ് രാഴ്ചന്റെ ഈ ക്യാൻസറിന്റെ ഇതെല്ലാം അറിയുകയും അങ്ങനെ ഡിസംബറിൽ കീമോ യൂണിറ്റിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ കീമോ സ്റ്റാർട്ട് ചെയ്യും, അതിനു മുമ്പ് ഫിലിപ്പ് എല്ലാം മനസ്സിലാക്കണമല്ലോ, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തെ രോമങ്ങൾ, തലയിലെ മുടി എല്ലാം പോകും, അതുകൊണ്ട് ഭാരപ്പെടണ്ട. കീമോ യൂണിറ്റിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞുങ്ങള്, യൗവനക്കാര് എല്ലാം തലമുടിയില്ല. എപ്പോഴും അവരുടെ ഒരു മരണത്തിന്റെ ലാഞ്ചനയാണ്, ഒരു സന്തോഷം ഒരുത്തരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുകയില്ല. അങ്ങനെ കയറി അതെല്ലാം കണ്ടു. അപ്പൊ രാഴ്ചന്റെ കയ്യിൽ കൂടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ മുടി പോകും, ഫിലിപ്പ് ഒന്നുകൊണ്ട് ഭാരപ്പെടരുതെന്ന് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞു. അപ്പൊ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ദൈവാത്മാവ് അന്നത്തെ ദൈവശബ്ദം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പെട്ടെന്ന് രാഴ്ചനോട് രാഴ്ച സെപ്റ്റംബറിൽ കർത്താവ് എന്നോട് സംസാരിച്ചതാണ്, തലയിലെ മുടിയെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, എൻ്റെ കർത്താവ് അറിയാതെ നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലും പോകയില്ല, നോക്കിക്കോ രാഴ്ചാൻ ഒരു മുടി പോലും പോകത്തില്ല, ധൈര്യത്തോടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ വാസ്തവം പറഞ്ഞ എന്റെ ദൈവദാസനെ, ഹല്ലേലൂയ, സ്തോത്രം. രാഴ്ചാന്റെ കീമോതെറാപ്പി കഴിഞ്ഞു. രാഴ്ചാന്റെ വെയിൻ ഇവിടെ നിന്ന് ഈ വിരൽ ഇവിടെ വെച്ചിരുന്ന വെയിൻ ഇവിടെ മുതൽ ഈ ഷോൾഡർ വരെ കരിഞ്ഞങ്ങ് പോയി. അത്ര കാഠിന്യമേറിയ ആ മെഡിസിൻ ആണ് കയറ്റുന്നത് നമ്മുടെ മെയിനെ മുഴുവൻ. അപ്പൊ അതുകൊണ്ടാണ് ഈ മുടിയെല്ലാം പോകുന്നത്. രാഴ്ചാൻ അങ്ങനെ ഇത് പെട്ടെന്ന് ബോഡിയിൽ എഫക്ട് ചെയ്തു. രാഴ്ചാന്റെ വെയിൻ അത് കർത്താവ് എന്നെ കാണിച്ചതാ. എന്തുകൊണ്ട്? കാരണം കർത്താവ് തന്ന വാഗ്ദത്തത്തിൽ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷെങ്കിൽ ഇത് ഈ വെയിൻ കരിഞ്ഞു പോയിട്ടും രാഴ്ചാന്റെ മുടി ഒന്നുപോലെ ഇന്നും പോകാതവണ്ണം എല്ലാരെക്കാട്ടിലും നല്ലോണം മുടിയുള്ളതായിട്ട് കർത്താവ് നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 10.5 മണിക്കൂർ നീണ്ടു നിന്ന കീമോയായിരുന്നു അത് കയറിയിരുന്നത്. അതിനുശേഷം പിന്നെ ആ വെയിനിൽ കൂടെ രാഴ്ചാൻ കൊടുക്കാൻ പറ്റാതെ രാഴ്ചാന്റെ വെയിൻ കരിഞ്ഞു പോയതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ റേഡിയേഷൻ തുടങ്ങി. റേഡിയേഷൻ 28-ാം തീയതി ഡിസംബർ 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കീമോതെറാപ്പിയും അതിന്റെ കൂടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോ
പെട്ടെന്നാണ് എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് തുടങ്ങി. കാരണം ഞാൻ ഈ പ്രോസസ്സിൽ ഇതെല്ലാം രാജാന്റെ പുറകെ നടക്കുകയാണ്. അപ്പൊ എനിക്ക് അന്ന് 2010 എനിക്ക് സർജറി നടക്കുമ്പോൾ, ഹെർണിയയ്ക്ക് സർജറി നടക്കുമ്പോൾ എന്റെ യൂട്രസിൽ ചെറിയ കുരുക്കളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞു അതൊന്നും വേണ്ട, സാരമില്ല, അപ്പൊ അത് പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അന്ന് വിട്ടു. അതപ്പൊ അന്ന് ഫൈബ്രോയിഡ് വളർന്ന് ഇത് വളരെ വലുതായിപ്പോയി. അപ്പൊ അതെനിക്ക് എന്റെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ രാജാന്റെ കൂടെ ഇങ്ങനെ പോവുകയും വരികയും റേഡിയേഷൻ അവിടെ റൂം എടുത്ത് ഞങ്ങൾ താമസിക്കുകയും ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് പക്ഷേ രാജാൻ ഒരു സമാധാനക്കേടോ സന്തോഷക്കേടോ ഒന്നും ഇല്ല. രാജാനെ ഞങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട്, വാസ്തവം പറഞ്ഞ ഒരു പിക്നിക്കിന് പോയ ഒരു അനുഭവമായിരുന്നു. അവിടെ എല്ലാവരുടെയും മുഖം മരണത്തിൻ്റെതായിരിക്കുമ്പോൾ ഞങ്ങള് അവരോടെല്ലാം കർത്താവിനെ കുറിച്ച് പറയുവാനും എല്ലാം കർത്താവ് അവിടുന്ന് കൃപ ചെയ്തു. ഞങ്ങൾ അവരുടെ സന്തോഷത്തോടെ, എൻ്റെ മോനും, കാരണം ഞങ്ങൾക്ക് ആമക്കളില്ല. പക്ഷെ ഞാൻ കർത്താവിനോട്, കർത്താവെ എനിക്കൊരു ആൺമകൻ ഇല്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, നിന്റെ ഉദരത്തിൽ നിന്ന് നിനക്ക് മക്കളില്ല, ഈ 2 പെൺമക്കളെ ഉള്ളൂ, നിനക്ക് വരുന്നവരാണ് നിന്റെ മക്കൾ എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് 2 ആൺമക്കളെ കർത്താവ് എനിക്ക് തന്നു. അവര് ശരിക്കും ഞങ്ങളുടെ മക്കളെ പോലെ തന്നെ അവർ ഞങ്ങളെ സ്നേഹിക്കുകയും, ആ മോനാണ് വന്നിരുന്ന് അയച്ചാനും ഫുഡ് വാരി കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ ജോബി മോൻ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അവരിന്ന് UK പ്രദേശത്ത് ഹല്ലേലൂയ ആയിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. തീച്ചുള, സിംഹക്കുഴി, പൊട്ടക്കിണർ, മരുവു, ജയിലറ, ഈർച്ചവാളോ, മരണമോ വന്നിടട്ടെ എന്ന് ആ പാട്ടാണ് എനിക്ക് സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ മുതൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നിടം വരെ എനിക്ക് തന്നിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു മരണത്തിൽ കൂടി കടന്നു പോകുമെന്ന്. പക്ഷേങ്കിൽ എനിക്ക് വാഗ്ദത്തം തന്നിട്ട് ഒരു കുഞ്ഞിനെ എൻ്റെ മോൾ എൻ്റെ കയ്യിൽ കൊണ്ടു തരുന്ന കാഴ്ച എൻ്റെ കർത്താവ് എന്നോടാണ് വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത്. ഞാൻ അപ്പോൾ മരിച്ചു പോകയില്ല, തീർച്ചയായിട്ടും ഞാൻ പുറത്തു വരും എന്ന് ഞാൻ ഹല്ലേലൂയ. അങ്ങനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി എന്റെ സർജറി നടന്നു. പക്ഷെങ്കിൽ അവരെന്റെ ബ്ലാഡർ പൊട്ടിച്ചു. അവരുടെ ബൈ മിസ്റ്റേക്ക് കൊണ്ട്. പക്ഷെങ്കിൽ അന്ന് യൂറോളജിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് വന്നു. എന്നെ രാവിലെ 7:30 കയറ്റിയിട്ട് വൈകിട്ട് 8 മണിക്കാണ് എനിക്ക് ബോധം വരുന്നത്. അപ്പോൾ പറഞ്ഞു, എന്റെ മിസ്റ്റേക്ക് അല്ല, നിങ്ങളുടെ യൂട്രസും ബ്ലാഡറുമായിട്ട് ടച്ച് ചെയ്തിരുന്നു, അതുകൊണ്ടാണ്. അത് അവർക്ക് വരുന്ന വീഴ്ചകൾ നമുക്കൊന്നും അറിയത്തില്ലല്ലോ, അങ്ങനെ പറഞ്ഞു. പക്ഷെങ്കിൽ അന്ന് ജീവനോടെ എന്നെ കർത്താവ് വിടുവിച്ചു. അത് കർത്താവിൻ അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് കൊണ്ടുവന്നത് എൻ്റെ കർത്താവാണ്. എൻ്റെ കർത്താവിന്റെ ധീരസാക്ഷി ഇന്നും എബനേസർ പ്രയർ വാരിയേഴ്സ് എന്നുള്ള ആ പ്രവർത്തനം, ജീന സിസ്റ്റർ ആണ് എനിക്ക് ഇതിലേക്ക് പരിചയപ്പെടുത്തി തന്നത്. അവരുടെ കൂടെ ഞങ്ങൾ എബനേസർ പ്രയർ വാരിയേഴ്സ് ഗ്രൂപ്പിൽ ഒരു സഹകാരിയാണ് ഞാനും. അനേക വിഷയങ്ങൾ ഈ പ്രോസസ്സിൽ കൂടിയൊക്കെ കടത്തിവിട്ടത് കൊണ്ട് എനിക്ക് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ എൻ്റെ കർത്താവിനോട് അവരുടെ മറ്റുള്ളവരുടെ വേദന കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാം കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, പാമ്പ് കടിച്ച് വിടുതൽ തന്നവരുടെ എല്ലാം ഹല്ലേലൂയ അവർക്കും പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കുന്നു. അതെല്ലാം ഞങ്ങൾ അനുഭവിച്ചറിയുവാനിടയാകുന്നുണ്ട്. അനേക പ്രാർത്ഥന വിടുതലുകൾ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നെന്നെ ഹല്ലേലൂയ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്, ഹല്ലേലൂയ ഈ പ്രോസസ്സിൽ കൂടിയൊക്കെ കടത്തിവിട്ടത് എൻ്റെ കർത്താവ് അറിയാതെയില്ല. അതുപോലെ എൻ്റെ 2ാമത്തെ മോളും, അവളുടെ വിവാഹമൊക്കെ നടന്നു, അത് കർത്താവ് കൊണ്ടുവന്നു. അവിടെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ അവൾക്ക് ഒരു കുഴപ്പമുള്ള ഓടിച്ചാടി നടന്നവളാണ്. അപ്പോൾ എൻ്റെ മൂത്ത മോളൊരു ദർശനം കണ്ടു. ഇവൾക്ക് പെട്ടെന്ന് അവളെ സർജറി, അവളുടെ കുഞ്ഞിനെ കിട്ടി, ഇവളെ കിട്ടിയില്ല എന്ന്. പക്ഷെ അന്ന് മുതൽ ഞാൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരുന്നു. ഇവൾക്ക് പെട്ടെന്ന് ഇവളെ സർജറിയൊക്കെ കഴിഞ്ഞ് ഇവളെ കുഞ്ഞിനെ കൊണ്ടുവന്നു, ഒരു പെൺകുഞ്ഞ്. അവർക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. എൻ്റെ മൂത്ത മോൾക്ക് ഒരാണും ഒരു പെണ്ണും. ഇവളെ കുഞ്ഞിനെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ മുതൽ ഇവൾക്ക് പെൽവിക് ഗ്യാപ്പ് ഉണ്ടായി. അത് കഴിഞ്ഞ് ഇവളുടെ മുട്ടിന് ഇൻഫെക്ഷൻ ആയി. എന്തോ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്നോ എന്തോ ഒരു ബാക്ടീരിയ ഇവളിൽ പ്രവേശിച്ചു. എൻ്റെ കുഞ്ഞ്, എൻ്റെ ഷെറിൻ മോൾ 4-5 മാസക്കാലം എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ വണ്ണം, അവളുടെ കുഞ്ഞിനെ ഒന്ന് ശരിക്കും എടുക്കാനോ ഒന്നും പറ്റാതെ വണ്ണം ഹല്ലേലൂയ വാക്കറിൽ നടക്കേണ്ടതായ ഒരു അവസ്ഥയൊക്കെ വന്നു. അവിടെ നിന്നും ഹല്ലേലൂയ കർത്താവാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് വാഷ് ഔട്ട് ചെയ്ത് കളയുകയും എല്ലാം ചെയ്ത് കർത്താവ് അവളെയും പുറത്തു കൊണ്ടുവന്നു. എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് അവളിന്ന് ഹല്ലേലൂയ ഷാർജയിൽ മോനും 2 കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ് ജോലിയും ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ടാമത് ഒരു കുഞ്ഞിനെ കൂടെ ഹല്ലേലൂയ 24 കൊടുത്തു. അപ്പോഴും അത് ജനിക്കുന്നതിന് മുമ്പേ, 1 മാസം മുമ്പേ
പെട്ടെന്ന് അവൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നിടത്ത് അവൾക്ക് അവളുടെ ഫ്ലൂയിഡ് ലീക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവളെ സർജറിക്ക് കയറ്റിയപ്പോൾ സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞു, ഇവൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ബാക്ടീരിയ ഇപ്പോഴും അവളുടെ ഇതിലുണ്ടായിരുന്നു. അവൾ അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ അവൾക്ക് കുഞ്ഞിനും അവൾക്കും അത് ഹാനിയായിരുന്നേനെ. അപ്പോൾ എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. 1 മാസം മുമ്പേ കുഞ്ഞ് പുറത്തു വന്നെങ്കിലും എന്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. 2 പെൺമക്കളും അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്റെ മൂത്ത മോളുടെ മോനും അവൾക്ക് രണ്ടാമതൊരു കുഞ്ഞും കൂടെ ഉണ്ടായി. അവള് ഫേബ, ഹൈദരാബാദിലെ ഫേബ മാത്യു സിസ്റ്റർ ഇപ്പോഴും പറയും, അവൾക്കൊരു കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചതാണ്. പക്ഷെങ്കിൽ അവൾക്ക് 2 കുഞ്ഞിനെ കൊടുത്തു. അവരെല്ലാം അനുഭവ സാക്ഷികളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നത് ഞങ്ങളുടെ കർത്താവിന്റെ കരുണ, അല്ലാതെ ഞങ്ങളുടെ മഹിമയോ ഞങ്ങളുടെ പുണ്യപ്രവൃത്തിയോ ഒന്നുമല്ല. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയുടെ ചൂളയിൽ ഹല്ലേലൂയ ഞങ്ങൾ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഞങ്ങളെ കർത്താവ് ധൈര്യപ്പെടുത്തിയ വചനമാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്നെ യെശയ്യാ 48 10 വാക്യത്തിൽ അതിനെ കഷ്ടതയുടെ ചൂളയിൽ കൂടിയാണ് നിന്നെ പുറത്തു കൊണ്ടുവന്നത്. നിന്നെ ശോധന ചെയ്തത് വെള്ളിയെ പോലെ അല്ല താനും, കഷ്ടതയുടെ ചൂളയിൽ. അങ്ങനെ ഈ അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നു വരുവാൻ അത് കടത്തിവിട്ട് പലരും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് ഞാൻ ഈ കഷ്ടതയിൽ കൂടി കടന്നു പോയത് കൊണ്ടാണ് മറ്റുള്ളവരുടെ വേദന എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുവാൻ എന്റെ മഹിമയോ എന്റെ കഴിവോ ഒന്നുമല്ല ദൈവദാസനെ. ഹല്ലേലൂയ, കർത്താവിന്റെ കരുണയൊന്നു മാത്രമാണ്. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, ഈ ദേശത്തിന് വേണ്ടി, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എന്നെ ജീവനോടെ ഞങ്ങളെ ഭൂമിയിൽ വെച്ചേക്കുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ കരുണയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ, ഇത്രത്തോളം എന്റെ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ, ഈ അരോമ ടിവിയിൽ ഹല്ലേലൂയ കടന്നു വന്ന് ടെസ്റ്റിമണി പറയുവാൻ ഹല്ലേലൂയ പ്രിയ ദേവദാസനോട്, ഹല്ലേലൂയ പാസ്റ്റർ ഡാനിയൽ ജോൺ ദേവദാസനോട് എന്റെ അകമഴിഞ്ഞ നന്ദിയും ഹല്ലേലൂയ സ്നേഹവും പറയുന്നു. ദേവദാസനെ കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ അരോമ ടിവി അനേകർക്ക് പ്രചോദനമായി, അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. അനേകരുടെ സാക്ഷ്യങ്ങൾ, അനേക ജീവിതങ്ങൾ നിത്യതയ്ക്കായി നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം അനേക ജീവിതങ്ങൾ കർത്താവിനെ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവർ കർത്താവിനെ അറിയുവാൻ, നിത്യതയ്ക്കായി ഒരുക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു, താമസമില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം അത് ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, സ്വർഗീയ പിതാവേ, അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഹല്ലേലൂയ അരോമ ടിവിയിൽ കടന്നു വരുവാനും എന്റെ കർത്താവിനെ ഉയർത്തുവാനും തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ആ ടെസ്റ്റ് മണി പറയുവാൻ എന്റെ കർത്താവ് ടെസ്റ്റ് മണി പറഞ്ഞതല്ല, എന്റെ കർത്താവിന്റെ നാമം മഹിമെടുക്കണം, ഞാൻ കുറയണം, എന്റെ യേശുവിനിൽ വളരണം, എന്റെ കർത്താവിന്റെ നാമം മഹിമെടുക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, അരോമ ടിവിയിൽ കൂടെ വരുന്ന ടെസ്റ്റ് മണി അനേകർക്ക് പ്രചോദനമായി, അനേക ജീവിതങ്ങൾ നിത്യതയ്ക്കായി ഒരുക്കപ്പെടട്ടെ. കർത്താവെ, ഇന്ന് പറഞ്ഞ ആ ടെസ്റ്റ് മണി അനേകർക്ക് പ്രചോദനമായി തീരണം അപ്പ. ഹല്ലേലൂയ, പ്രിയ ദേവദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ ദേവദാസനെ, കുടുംബത്തെ ഹല്ലേലൂയ ധാരാളമായി അനുഗ്രഹിക്കും. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനേക ആശ്വാസമായി അനേകരെ ഹല്ലേലൂയ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഹല്ലേലൂയ കാരണമായി തീരട്ടെ ഞങ്ങളുടെ ഈ സാക്ഷ്യങ്ങൾ. ഇനി അനേകരും വന്ന് സാക്ഷ്യം പറഞ്ഞ് അനേകർ നിത്യതയ്ക്കായി ഒരുക്കപ്പെടട്ടെ. എന്റെ കർത്താവ് വരുവാൻ എടുത്തിരിക്കുന്നു, താമസമില്ലിനി. ഹല്ലേലൂയ, അന്നിനെ നാഴിയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് ഒരുക്കത്തോടെ ആയിരിക്കാൻ ആമേൻ. ഞങ്ങളുടെ പാത്രങ്ങളിൽ എണ്ണ കുറയാതെ വണ്ണം ഞങ്ങളുടെ വിളക്കെല്ലാം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുവാൻ കർത്താവെ കൃപ ചെയ്യുന്നതാ. അപ്പച്ചന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരെയും എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, അവരുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുന്നത് എന്റെ അരുമനാഥനാണ്. ആമേൻ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രിയ ദേവദാസനെ, കുടുംബത്തെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അരോമ ടിവി ഏൽപ്പിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും, അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. മാനവും മോത്തോട് നിർത്താട്ടെ. വരവിനായി ഒരുക്കും പ്രത്യാശ കൊണ്ട് നിറയ്ക്കും. സകലവും യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ലിസി ഫിലിപ്പാൻറ്റി. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയും കർത്താവിൻ്റെ ദാസിയുള്ളതായ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. സംഭവബഹുലമായ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ ആമേന് ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാകുന്നു.
വാത്സല്യ കുടുംബത്തിലെ ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നേരിട്ടതായ മരണകരമായ അനുഭവങ്ങൾ, ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയപ്പെട്ടു, അപകടങ്ങൾ, രോഗങ്ങൾ, അനർത്ഥങ്ങൾ ഒക്കെ ഒന്നിന് പുറകെ ഒന്നൊന്നായി ഓരോരുത്തർക്കായി ആഞ്ഞടിച്ചപ്പോഴും ഇയ്യോബിൻ്റെ കുടുംബത്തെ ഏതെല്ലാം വിധത്തിലൂടെ ശത്രു തകർത്ത് കളയുവാൻ അവന് ചുറ്റും ആയുധവുമായി നിന്നതുപോലെ വാത്സല്യ കുടുംബത്തിലെ ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ, ഭൂമിയിൽ നിന്ന് തുടച്ചു കളയുവാൻ ശത്രു ശക്തിയോടെ പ്രവർത്തിച്ചപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത കരമാണിപ്പിട്ടുള്ള കരം അതിൻ്റെ പിന്നിൽ ആമേനെ സഹായമായി കൂടെയിരുന്നു. അതുകൊണ്ട് പല അനർത്ഥങ്ങളിൽ നിന്ന്, അസംഖ്യം അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അവയിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ചല്ലോ. ആ ദൈവീയ വിടുതലുകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ ആ വിലയും വലിപ്പവും മാധുര്യവും മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതി വരികയില്ല. കർത്താവിൻ്റെ ദാസിയുടെ ആ വാക്കുകളിലൂടെ ആമേൻ അത് വായിച്ചെടുക്കുവാൻ കഴിയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും ആമേൻ എല്ലാവർക്കും, കർത്താവിൻ്റെ ദാസിക്കും കുടുംബത്തിനും മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവർക്കും ദൈവം തരട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ അരോമ TV-യുടെ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കാവുന്നതാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com